അല്ല ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ പത്താംകോടിലാണ്. ഗൈസ് നോക്കൂ, ഇന്ന് നമ്മൾ ഇച്ചിരി താമസിച്ചു പോയി. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയും സംഭവങ്ങളും കുറച്ച് പാർട്സിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും സംഭവങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെ തിരക്കായിരുന്നു. അതിന് ശേഷം നമ്മളിപ്പോൾ ഉള്ള ഗ്യാരേജ്, അതായത് കോഹ്ലിയുടെ ഗ്യാരേജിൽ നിന്ന് നമ്മുടെ വണ്ടി പണിയെടുക്കുന്നിടത്തോട്ട് പോവാണ്. എന്താണ് വണ്ടിയുടെ അവസ്ഥ എന്ന് നമുക്കറിയണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവാണ്. ഗൈസ് നോക്കൂ, വളരെ വളരെ വലിയ കാലാവസ്ഥ വ്യത്യാസമാണ്. ഇന്ന് ടുഡേ 41 ഡിഗ്രി ചൂട്, അതായത് ഇന്നലത്തെക്കാളും 1 ഡിഗ്രി ചൂട് കൂടുതൽ. ഗൈസ് അതായത് ഇന്നലത്തെക്കാളും 1 ഡിഗ്രി ചൂട് കൂടുതലാണ്. പിന്നെ ഇവിടുത്തെ ഒരു നല്ലവൻ്റെ കടയിൽ കയറി ഞങ്ങൾ ഇച്ചിരി ഭക്ഷണം കഴിച്ചാണ്. ഇപ്പം ഞങ്ങളുടെ കൂടപ്പുറപ്പായിട്ട് ഞങ്ങൾ ലൂസ് മോഷൻ്റെ ഗുളിക കൂർത്തി കൊണ്ടു നടക്കുകയാണ്. അപ്പോൾ മുടിയട്ടെ നശിക്കട്ടെ ഗൈസ്, അവൻ രക്ഷപ്പെടട്ടെ. ഗൈസ് നോക്കൂ, അതായത് ഫൈനലി നമ്മളിപ്പം പോവും. അതായത് നമുക്ക് സത്യം പറഞ്ഞാൽ ഡെയിലി ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് ഇവിടം വരെ 100 രൂപ, ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് 100 രൂപ, അങ്ങനെ മൊത്തത്തിൽ 400 രൂപ ഒരു ദിവസം നമുക്ക് വണ്ടി ചിലവ് മാത്രമാവും. പിന്നെ ഫുഡ് എല്ലാം കൂടി റൂം എല്ലാം കൂടി ഒരു ദിവസം 2500 രൂപ എടുത്ത് നമുക്കിവിടെ ചിലവുണ്ട്. പക്ഷേ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് പണിതോട്ടം ചോദിച്ചു, പണിതോളം പറഞ്ഞു, ഇവർ പണിത സാധനം മേടിച്ചുകൊണ്ട് പോകലല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ നോക്കി നമുക്ക് ഉപയോഗിക്കാനുള്ള വണ്ടിയാണ്, ഭാവിയിലേക്ക് ഉപയോഗിക്കേണ്ട വണ്ടിയാണ്. അപ്പോൾ ആ വണ്ടി നമ്മൾ പണിതുകൊണ്ട് പോകുക, അതാണ് നമ്മുടെ ഉദ്ദേശം. അല്ലാതെ ഇവരിട്ട് തരുന്നതുകൊണ്ട് വരുന്ന സാധനങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതല്ല. ഇവരെന്ത് സാധനം ചെയ്തു തന്നാലും അതൊക്കെ നമുക്ക് സംതൃപ്തിപ്പെട്ടില്ല, ഞങ്ങളത് മാറ്റും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഗ്യാരേജിൽ നിന്ന് ഇന്നലെ നമ്മൾ ക്യാബിൻ നോക്കി. അപ്പോൾ നമ്മുടെ ഉള്ള ക്യാബിൻ കുഴപ്പമില്ല. ഗൈസ് നോക്കൂ, നമ്മുടെ ഉള്ള ക്യാബിൻ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിൻ്റെ സൈഡിലെ കുറച്ച് ബമ്പർ, കുറച്ച് സംഭവങ്ങളൊക്കെ മാറ്റിക്കാണ്ട് അതൊക്കെ ചെയ്യണം. പിന്നെ ഇവിടെയുള്ള എല്ലാവർക്കും ഓഫറാണ്, ഓഫ് റോഡ് ഓഫർ. അതായത് റിലയൻസ് പോലെ ഇങ്ങനെ ഓഫർ കൊടുക്കില്ല. 10,000 ഒക്കെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് കൊടുക്കാൻ വേണ്ട അവസാനം എല്ലാവർക്കും. ഗൈസ് ഇവിടെ ഉള്ളവർക്കെല്ലാം ഓഫറാണ്. അതായത് പെട്ടെന്ന് പണി സൂപ്പറായിട്ട് തീർത്ത് തന്നെ നിങ്ങൾക്ക് എത്ര രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും 1000 രൂപ വെച്ച് കൊടുക്കണം. നേരെ സർദാർജിയുടെ അടുത്ത് പോകണം. സർദാർജിയുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം, എന്താ സംഭവം എന്ന് അന്വേഷിക്കണം. അതിനിടയ്ക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു മെക്കാനിക്കിനെ വിളിക്കണം. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. തോന്നുന്നത് പഴയത് മൈലേജ് അതിനെ കൂടുതൽ, മറ്റേനാകുമ്പോൾ വലിയ പേടിക്കണ്ടല്ലേ, മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. ഓയിൽ ഒഴിക്കുന്നതാണെങ്കിൽ ഒഴിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കയറി ഇറങ്ങി പോകുന്നതാണെങ്കിൽ കുഴപ്പമില്ല. എഞ്ചിനാണെങ്കിൽ ഓക്കെ കേട്ടോ, താങ്ക് യു. ഞങ്ങൾ വന്നിട്ട് 2-3 ദിവസമായി. ഫൈനലി നമ്മളിങ്ങനെ നാട്ടിൽ നിന്ന് ഓരോരുത്തരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് അഭിപ്രായം ചോദിച്ചു, അങ്ങനെ എല്ലാവരും എല്ലാം ചോദിച്ചാണ് നമ്മൾ എടുക്കുന്നത്. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് പിന്നെ കാര്യമില്ലേ. പിന്നെ നമുക്ക് ഒരു പമ്പിന് 40,000 രൂപ, ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എയർ ക്ലച്ച് ആക്കണം, അതിന് 20,000 രൂപ ഇവിടെ ചിലവാണ്. 4 10 25,000 രൂപ 30,000 രൂപ ചിലവാകും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് നോക്കണം. ഇപ്പോഴും മില്ല് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. പിന്നെ മില്ല് ഗൈസ്, അതായത് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചോദിക്കുന്നേ ഉള്ളൂ. ഇവിടുന്ന് ഗ്യാരേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പുത്തൻ മഹീന്ദ്രയിൽ നിന്ന് വണ്ടി മേടിക്കുന്ന പോലെയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ അവർ പറയുന്ന കഥ കേൾക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ പറയുന്നത് അവർ കേൾക്കുമല്ലോ, ഇത് ഇറങ്ങിയാലും നമുക്ക് തരണമല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ഇവിടെ അങ്ങനെ ഒരു ഐസ് ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ, ഒരു അത്ഭുതകരമായ ഐസ് ഫാക്ടറി. മുന്നോട്ട് ഗൈസ്, ഇവിടെ ഒരു അത്ഭുതകരമായ ഐസ് ഫാക്ടറി ഉണ്ട്. 42 ഡിഗ്രി ചൂടിലും ഇവിടുത്തെ ഐസ് ഉരുകാത്ത ഒരു പ്രത്യേക തരം ഐസ് ഫാക്ടറി. ലോകത്തിൽ ഇവിടെ മാത്രമേ അത് ഞാൻ കണ്ടിട്ടുള്ളൂ. അതാണ് ഇവിടെയുള്ള കടകളിലൊക്കെ ഉപയോഗിക്കുന്നത്. വളരെ നല്ല ഐസാണെന്ന് തോന്നുന്നു. ഒരു രീതിയിലുള്ള മായമോ മന്ത്രമോ ഒന്നുമില്ലാത്ത ഐസ്. എന്തായാലും നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. ഇതാടാ ഇന്ത്യ, ഇതാ ഇതാ ഗൈസ്, ഈ കാണുന്ന ഇവിടുത്തെ ഐസ് ഫാക്ടറി. അതേന്നെ, ഈ കാണുന്ന ഒരു കളർ ഫാക്ടറി എങ്ങാനും ആയിരുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ ഇത്ര ചൂട് പൊങ്ങുന്ന മേളോട്ട് ഐസ് ഫാക്ടറി അതല്ല, ഇത് വിറക് കത്തിക്കുന്നതായിരിക്കും. ഗൈസ് നോക്കൂ, എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക്. ഇവിടെ ഐസ് ഫാക്ടറി ആയിരുന്നുണ്ടോ. ഇന്നലെ ഇവിടെ എവിടെയോ ഐസ് ഇരിക്കുന്ന ഞാൻ കണ്ട, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടോ ഗൈസ്. അതേതാ, ഇത് വെള്ളം, അത് വെള്ളം. ഗൈസ് എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. ഇതെന്നാ സംഭവം? എന്തിനാ ഇവർ കത്തിക്കുന്നു? ഇതെന്തിനാ ഇവിടെ കത്തിക്കുന്നത്? പഠിക്കേണ്ടിയിരിക്കുന്നു ഗൈസ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അത് ബിൽഡിങ്ങാ, ഇതല്ല ഗൈസ്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ സംഭവം എവിടെയുണ്ട്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുല്ല് കിലോ 5 രൂപയ്ക്ക് വിൽക്കുന്ന സ്ഥലം. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, എൻ്റെ വായിലെ വെള്ളം പറ്റി ഗൈസ്. ഇനി ഇന്നത്തെ മൂന്നാമത്തെ കുപ്പി
വെള്ളം കുടിക്കട്ടെ. ഡമോ ഇവിടെ ഒരു നല്ല ചേച്ചി ഉണ്ട് കേട്ടോ. ആ ചേച്ചി അടുത്ത് തന്നെ മേടിക്കാം. ഞാൻ 40 രൂപ കൊക്കക്കോളയ്ക്ക് കൊടുത്തപ്പം പുള്ളിക്കാരി എനിക്ക് 35 രൂപയ്ക്ക് തന്നു. അതിന് അത്ര വില ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ പൊന്നെ. എനിക്ക് ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ നേരെ ഓട്ടോ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞങ്ങൾ റീൽസ് എടുത്തു. ഈ കാണുന്ന കടയിൽ വന്നിട്ട് ഞങ്ങൾ കുപ്പി മേടിച്ചു. ഞാൻ പാസ്റ്റാന്ന് ഓർത്ത് പുള്ളിക്കാരൻ എൻ്റെ കൈയൊക്കെ കുപ്പി കാണിച്ചു. ഞാനിങ്ങനെ ആശീർവാദം കൊടുത്തു. ആദ്യമായിട്ടാണ് ഞാൻ ആശീർവാദം കൊടുക്കുന്നത്. ഗൈസ് ഇവിടെ ഈ പന്തക്കോസ്ത പാസ്റ്റർമാർക്ക് ഭയങ്കര വിലയാണ് പഞ്ചാബിൽ. അപ്പം നമ്മൾ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ നിന്ന്, അതായത് വണ്ടിയുടെ ഗ്യാരേജിൽ നിന്ന് നേരെ നമ്മൾ വണ്ടി പണിയുന്നിടത്തോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ സർദാർജിയായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്, കാര്യങ്ങൾ സംസാരിക്കണം. ഇവിടുന്ന് ഓട്ടോ പിടിക്കണം. ഏതാണ്ട് ബാർബൻസിൻ്റെ അടുത്താണ് ഈ സ്ഥലം. എടാ അവിടെ തൊട്ടപ്പുറം സ്റ്റുഡിയോ ഉണ്ട്. അവിടുന്ന് ഒരു 50 രൂപയുടെ സ്പ്രേ മേടിക്കാൻ കൊടുക്കണേ. എവിടെയാ? നമ്മൾ നടന്നു പോയാൽ മതി. ഗൈസ് അവിടെ നല്ല സ്പ്രേ കിട്ടും. 50 രൂപ കൊടുത്താൽ മതി. നല്ല സൂപ്പർ സ്പ്രേ. മേടിക്കേണ്ടി വേണ്ട വേണ്ട, ഇത് മതി. ഇത് ഇനിയും പൊക്കോളും. ഇതിവിടെ എവിടെയാലും നമുക്ക് മറ്റേ ഇത് ചെയ്യണം, മറ്റേ അലക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചിട്ട് അലക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇതാ വണ്ടി. ഇത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡിജയുടെ പുത്തൻ മൈക്കാണ്. പക്ഷേ അതിൽ എനിക്കൊരു സംതൃപ്തി വന്നതുകൊണ്ട് പഴയയിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ഇപ്പം കോഹ്ലിയുടെ വണ്ടി അങ്ങോട്ട് തൂക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നീല ട്രക്ക് പോകുന്നുണ്ട്. അപ്പോൾ പുതിയ ഏതോ വണ്ടികൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല കേട്ടോ. അതിനും അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. വൈകുന്നേരം പോകണം അവിടെ ഒന്ന്. അപ്പം പഴയ വണ്ടികളൊക്കെ ആർമിയുടെ കുറേയൊക്കെ കണ്ടം ചെയ്തുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ്. പുതിയ BS6കളൊക്കെ കയറി തുടങ്ങി. പുത്തൻ വണ്ടികളൊക്കെ. നമ്മുടെ അവതാറില്ലേ, മറ്റേ ലൈലാൻഡിന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. यार अच्छा ऐसे है ना, इतना गर्मी में ഐസ് ചുട്ടാ നെയ്യന. നല്ല ഒന്നാന്തരം ഐസ്. ഇവിടുന്ന് ഒരു സാധനം കഴിക്കില്ല കേട്ടോ ലിവിനെ. എൻ്റെ അമ്മ, ഈ കോഴിക്കടയിലെ തൊട്ട് ചേർത്ത് ഈ വൃത്തിയില്ലാത്ത സ്ഥലത്താണോ ഈ സാധനങ്ങൾ? കോഴിക്ക് അതിൻ്റെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ആ കോഴിക്ക് അതിൻ്റെ വെള്ളം. എൻ്റെ അമ്മ ഇവിടെ മണത്തിട്ടുണ്ടല്ലോ, മണത്തിട്ട് നിൽക്കത്തില്ല. ഇപ്പം നമുക്ക് ഈ ചൂടുമായിട്ട് നമ്മൾ ഇണങ്ങി കേട്ടാ. ഇപ്പം കുഴപ്പമില്ല. 2 ദിവസം നമ്മൾ ചത്തുപോയി വന്നിട്ട്. അതെ, റൂമിൽ പോയി ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്ത്, ഫേസ്ബുക്കിൽ വീഡിയോ എഡിറ്റ് ചെയ്തില്ല കയറ്റി. ഞാൻ ഫോണെല്ലാം നെഞ്ചത്തായിരുന്നേ. ഞങ്ങൾ ഇറങ്ങിപ്പോയി. ഞങ്ങൾ നൈറ്റ് ഫുഡ് ഒഴിവാക്കി കേട്ടോ. ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടപ്പുറപ്പായിട്ട് ലൂസ് മോഷന് ഗുളിക കൊണ്ട് നടക്കേണ്ട അവസ്ഥയാണ്. പഴം മേടിച്ചാൽ മതി. പഴം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്. പഴം കഴിക്കും. നമുക്ക് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിക്കുക. ഇവിടുന്ന് നേരെ നമ്മുടെ വണ്ടി കിടക്കുന്ന അടുത്തോട്ട് പോകുക. 50 രൂപ ഉള്ളൂ കേട്ടോ ഓട്ടോയ്ക്ക്. ആ KFC എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ളൂ. ഇവിടുത്തെ ബാർബൻസ് ഒന്നും കേട്ടിട്ടില്ല കേട്ടോ പിന്നെ. അത് വെറുതെ പറയണ്ട കേട്ടോ. ഇവിടെ ബാർബൻസ് ഒന്നും പറഞ്ഞാൽ അറിയത്തില്ല. KFC ഇനി ബാർബൻസ് എന്ന് പറഞ്ഞാലാണ് പൈസ കൂടിയത്. അറിയത്തില്ല കേട്ടോ. ഈ അമ്മച്ചീനൊക്കെ നിർത്തി പറ്റിക്കാൻ വേണ്ടി നോക്കി. ആരും കയറി. ഒരു അമ്മച്ചിയും ഞങ്ങളും കൂടെ കയറി. വേറെ വകുപ്പൊന്നുമില്ല. ബാക്കി എല്ലാവരും 100 രൂപ. 100 രൂപയുടെ അല്ലേ ഇവന്മാരുടെ വിചാരം എന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് ഇവര് പറ്റിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിക്കും മിനിമം ചാർജ് ഇവിടെ 20 രൂപ ഉള്ളൂ. അവര് 50 രൂപ. 50 രൂപ കണ്ട് നമുക്ക് അത്ര കിലോമീറ്റർ ഉള്ളവനെ. അതായത് റോഡ് ഉള്ളു കേട്ടോ. അതായത് ശരിക്കും പോകുന്ന 20 രൂപയേ ഉള്ളൂ. അറിഞ്ഞുകൊണ്ട് നമ്മൾ പറ്റിക്കരുത്. അറിയാതെ ഇവര് പറ്റിച്ചോട്ടെ. അവിടെ പൂരം ഒച്ചപ്പാട്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൂരം ഒച്ചപ്പാട് കേട്ടോ. ഇതിങ്ങനെയാ ഇവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേടാ? അതെ അതെ അതെ. നമ്മൾ നോക്കിയും കണ്ട് നമ്മൾ നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ കളസം വരെ ഇവർ ഉരുക്കൊണ്ട് പോകും അല്ലേ ഗൈസ്? അപ്പം നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. രാവിലെ തന്നെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് റീൽസ് ഷൂട്ട് ചെയ്യണ്ടായിരുന്നേ. അപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ അതിന് സമയം പോയി. അതിൻ്റെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ച് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പോയി. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ സമയത്ത് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് മലയാളം കേരള. അമ്മച്ചിയോട് നമ്മൾ എവിടെയാണെന്നുള്ളത് പറയാം. അമ്മച്ചി നമ്മുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നോക്കി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഉസ്താദ് എന്താണാവോ കാണിക്കുന്നത് ദൈവത്തിനറിയാം. അവിടെ ഫുള്ള് തുരുമ്പാ. ഓടുന്നത് തന്നെ ഭാഗ്യം. ഇത് മഴക്കാലത്ത് കയറാൻ പറ്റൂല. കുടയും കൂടെ വെക്കേണ്ടി വരും. ഈ നോർത്ത് ഇന്ത്യൻ സ്ലീപ്പർ ബസ്സിൽ മഴക്കാലത്ത് കയറരുത്, മൊത്തം വെള്ളം ഒലിക്കും. ശരിക്കും നോർത്ത് ഇന്ത്യ വരുവാണെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നോർമൽ AC ഇല്ലാതെ വണ്ടി കയറരുത്. അതെ, നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ അതിന്റെ ഇരട്ടി പൈസ വെള്ളം കൊടുത്ത് തീരും. പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. നല്ല കമ്പനിയുടെ റിവ്യൂ നോക്കിയാൽ നോർത്ത് ഇന്ത്യകളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാവുള്ളൂ. പിന്നെ വഴിയിലൊക്കെ നിർത്തിയിട്ട് പോകാൻ നമ്മളെ കൂട്ടാൻ നിർത്താതെ പോകും. പിന്നെ അതേപോലെ നമ്മളോട് ബസ്സിൽ ഇത്ര ഉള്ളെന്ന് പറയും. ചിലപ്പോൾ 10 പേര് കയറുന്ന വണ്ടിക്ക് 100 പേരെ കയറ്റും. നമ്മുടെ അടുത്ത് വേറെ ആൾക്കാർ ഇരുത്തിക്കും. 50 രൂപയ്ക്ക് നമ്മൾ പുള്ളിക്കാരനെ സെറ്റപ്പ് ചെയ്ത് നമ്മൾ നമ്മുടെ വണ്ടി എടുത്തെത്തി. നമ്മൾ കണ്ട പോലെ ഒന്നുമല്ല കേരള. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഷേപ്പ് ഉണ്ട് കേട്ടോ. എന്നാ പറയുന്നത്? എവിടെയാന്ന് ചോദിച്ചാ നന്ദി. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം ഷേപ്പ് ഉണ്ട് ഗൈസ്. ഇപ്പൊ കണ്ട് നമ്മുടെ വണ്ടി നമ്മൾ അംഗീകരിച്ചു. നമ്മൾ വിചാരിച്ച പോലെ അല്ല. നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. എപ്പോഴും ഒരു കൗതുകം കേട്ടോ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ. ഇത് ഓടിച്ച് നാട്ടിലേക്ക് വന്നൊരു ഫീലിംഗ് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർക്കും. ഒന്നും ചെയ്യില്ലല്ലോ അതാണല്ലോ അവരുടെ പ്രത്യേകത. ഇങ്ങോട്ട് ഇതിലേ പോവാം.
സർദാർജി ഇന്ന് എന്നാ ചെയ്തത് സർദാർജിക്കും സർദാർജിയുടെ സ്റ്റിച്ചിനും മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ദൈവത്തിനറിയാം. ഇന്ന് എന്തോ അവർ ഓയിലൊക്കെ മാറ്റിയെന്ന് തോന്നടാ. ഓയിൽ മാറ്റിയാ എന്തൊക്കെയോ ആയെന്ന് തോന്നുന്നു. ദൈവത്തിനറിയാം. ഹബിൻ്റെ സാധനമൊന്നും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം സർദാർജി ആയിട്ട് ബാത്ത് കരയേക്കാം. സർദാർജി ഗൈസ് നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. അഭി കിतना दिन का काम है ബാലൻസ്? 2 दिन 2 ദിവസം കൂടെ പരിപാടി ബാലൻസ് ഉണ്ട്. അതിന് ശേഷം നമ്മൾ കോഹ്ലിയുടെ ആ വർക്ക്ഷോപ്പിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോകും കേട്ടോ. അതിൻ്റെ ഓയിലൊക്കെ എന്തോ മാറ്റുന്നുണ്ടോ, എന്തൊക്കെ മാറ്റുന്നുണ്ടല്ലേ. ചൂട് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതാ ഏറ്റവും വലിയ വിഷയം. ഗരം ജാദാ गर्म ज़्यादा है आज. ये मेरा गाड़ी का बेल्ट है. क्या बेल्ट है? नहीं क्या बेल्ट है? इंजन बेल्ट है. हाँ फैन बेल्ट. ഇതേതാ കമ്പനി? ഏതായാലും രണ്ടര മേടിച്ച് വണ്ടീനകത്ത് വെച്ചോ കേട്ടോ. അതിനാ എക്സ്ട്രാ പൈസ തരാൻ രണ്ടര മേടിച്ച് തരുമെന്ന് ചോദിച്ചു. അത് നമുക്ക് ലാസ്റ്റ് ചോദിക്കാം. ആ സൈസിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ അതിനെ ഒന്നും വേണ്ട. സൈസിൻ്റെ ഫോട്ടോ അങ്ങ് എടുത്തു. എഞ്ചിൻ മോട്ടോർ ബെൽറ്റ് ആട്ടോ. ഇത് വേറെ ഏതോ കമ്പനിയുടെ. ഇതിന് വിലയുണ്ട് കേട്ടോ. 1542 രൂപ. 1000 എവിടെ 1000? സോറി ഗൈസ്, എനിക്ക് തെറ്റുപറ്റി. 542 രൂപ വിലയുള്ള ബെൽറ്റാടാ. നമ്മുടെ വണ്ടിയുടെ ബുഷ് ബെൽറ്റ് സാധനങ്ങളൊക്കെ. ഓ മാൻ ഫോട്ടോ അതൊക്കെ എടുക്കാം. അല്ല പുള്ളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ തരൂടാ. തരുമോ? പിന്നെ നമ്മൾ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നതല്ലേ. കയ്യിൽ ഗ്രീസും ആയി. ഇപ്പം എങ്ങനെ തുടയ്ക്കും? ഏതാ ഭയ്യ എക് ബാർ ദിയേഗാ? ദിയേഗാ? കപ്പട നമ്മുടെ ഭാഷ ഇപ്പം ചേട്ടൻ അറിയാൻ മനസ്സിലായി കേട്ടോ അല്ലേ? എല്ലാ കാര്യങ്ങളും. ഗൈസ് നോക്കിയേ, തൊട്ടടുത്ത് തന്നെ സാധനം നോക്കിയേ. ഫുൾ അടുത്ത ദിവസം അതെ ഇതിൻ്റെ ഇത് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ കോമൺ ആട്ടോ, എല്ലായിടത്തും ഉണ്ടാവും. ഇത് ബ്ലൂബെറി ആണോ ബ്ലാക്ക്ബെറി ആണോ എന്തൊരു പറയാ കേട്ടോ. അത് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല. അത് നമ്മൾ ഇവിടെ വരാൻ നേരത്തെ ഈ പുള്ളിയായിട്ടൊരു എങ്ങനെ നിന്ന് വേണം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി. എന്നാലേ സെറ്റപ്പ്. അല്ലെങ്കിൽ ഞാൻ പുള്ളിയോട് ഒരു സംശയം ചോദിക്കണം. भैया रोटरी नहीं है ना? अच्छा नहीं है ना? ये लाइन पंप अच्छा है ना? ये इसमें काम कम है ना? मेंटेनेंस कम है? प्रॉब्लम कुछ नहीं है. हाँ പറഞ്ഞല്ലേ മറ്റേ പമ്പ അല്ലേ? മറ്റേത് മേടിച്ചാൽ ആർബിട്രക്കിൽ അതൊന്നും നോക്കണം. ഇത് എന്തിൻ്റെയാ? അത് നമുക്ക് മേടിക്കാമല്ലോ. എല്ലാ സാധനം കാര്യമുള്ളൂ. ഇതിൻ്റെ അത് എല്ലാ സാധനവും നമുക്ക് മേടിക്കേണ്ടതുണ്ട്. ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഫോൺ ഓഫായി പോവാ. ചൂടാവോ ഭയങ്കരമായിട്ട്. ലൈനറേ ലോക്കേ. ഓ ഗൈസ്, അതായത് നമ്മുടെ ഇനിയും പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ടയർ ക്ലീൻ ആക്കിയില്ലേ? ഫ്രണ്ടിലാണ് ഇനി നമുക്ക് ബേക്കത്തെ ടയർ ക്ലീൻ ആക്കിയത്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഒരു വശത്തോട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ട്. ആ സാധനമാണ് ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത്. നമ്മൾ എന്തിനെക്കുറിച്ച് പറയുന്നത് അറിയാം. അപ്പാ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് ലൈൻ പമ്പ്. ഈ കാണുന്ന സാധനം. മറ്റേന് എഫിഷ്യൻസി കൂടുതലായിരിക്കും. അതായത് സ്പീഡ് മറ്റു സാധനങ്ങളൊക്കെ ഭയങ്കര കുതിപ്പൊക്കെ ആയിരിക്കും. ഇത് ഇച്ചിരി പതുങ്ങലായിരിക്കും. പക്ഷേ ഇതിന് മെയിൻ്റനൻസ് കുറവായിരിക്കും. എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. മറ്റേ റോട്ടറി ഇട്ട് കഴിഞ്ഞാൽ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. പക്ഷേ ഇത് സെറ്റപ്പായി വരും ഇവിടെ. പിന്നെ പണിത് വരുമ്പോൾ നമ്മൾ ആദ്യം കണ്ടപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടാണ് വലിയ ഒരിത് തോന്നുന്നത്. ഇതൊക്കെ മാറ്റും. അതൊക്കെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇത് പിടിക്കണവനെ ഇത് അതല്ലേ ആ ഒരു മാത്രം ഭാഗമുള്ളൂ. ബാക്കിയൊക്കെ അവിടെ നമുക്ക് പടപടയും ഇട്ടാലും റെഡിയാകും. പക്ഷെ പുട്ടി ഇട്ട് കഴിഞ്ഞാൽ വേറെ കാര്യം നല്ല ഓഫ് റോഡ് ചെയ്യാൻ നേരത്ത് പുട്ടി അളവും. നമുക്കിതൊക്കെ മാറ്റിക്കാം. പക്ഷെ വണ്ടിക്ക് തലപ്പൊക്കം ഉണ്ട് കേട്ടോ. ഇത് മാറ്റിക്കാം. ഓടിച്ചുകൊണ്ട് പോകുന്ന കാര്യം ആലോചിക്കുന്നു. ഒരു നിനക്ക് ഓടിക്കാം, എനിക്ക് ഓടിക്കാം. ഞാൻ എന്തായാലും ഇത് ഓടിക്കും. ഞാൻ ഇന്നുവരെ 4x4 വണ്ടി ഇങ്ങനത്തെ വണ്ടി ഓടിച്ചിട്ടില്ല. ഇങ്ങനത്തെ തൊട്ട് കാണിച്ചാൽ ഇങ്ങനത്തെ ബോഡിയൊക്കെ അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ പരിപാടികൾ എടുക്കാനുള്ളൂ. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ അല്ലടാ, അതൊക്കെ ഉണ്ടെന്നേ. അതൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. ചെറിയ പാച്ചും ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ മറ്റേ പുത്തൻ ഫോർച്യൂണർ മേടിക്കാൻ വന്നല്ലോ. ഇതൊന്ന് അടിച്ച് ലെവലാക്കണം കേട്ടോ. ബോഡി ചെയ്യിക്കാന്നുള്ളൂ. ഇവിടെ വലിപ്പിക്കണം. അത് ഫുള്ള് ലൈറ്റ് വെച്ച് പിക്സൽ വെച്ച് ഇവിടെ ഇറക്കത്തുള്ളൂ കേട്ടോ. ഞാനേ കുറച്ച് നേരം ഫോൺ തണുപ്പിക്കട്ടെ, എന്നാലും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഫോൺ ഓഫായിപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് ഫോൺ ഓഫ്. ഞാൻ ആദ്യമായിട്ട് ഒരു ബസ് ഷോപ്പിൽ ചെന്നിട്ട് ആശാൻ പണിയെടുക്കുന്ന ശശിന് ഇരിക്കുന്നങ്ങാണ്. സാധാരണ നേരെ തിരിച്ചാ. ആശാന്മാർ പണിയെടുക്കില്ല. നല്ല ആളാണ് കേട്ടോ പുള്ളിക്കാരൻ. പുള്ളിക്ക് പണി അറിയാം. ശിശിനും പണി അറിയാമായിരിക്കും. അതായിരിക്കും. അല്ല അങ്ങനെ വരത്തില്ലല്ലോ. 2 ദിവസം കൊണ്ട് മെക്കാനിക്ക് പരിപാടി കഴിയുന്ന പറഞ്ഞത്. എന്താണെങ്കിലും ഇവിടെ 100 കിലോമീറ്റർ ഓടിച്ചിട്ട് വണ്ടി എടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കാൻ നേരത്തെ എഞ്ചിന് ആരും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത് ഇച്ചിരി അങ്ങ് വെച്ച് ഓടാൻ നേരത്തെ ഒലിക്കലും ഓടും. മനസ്സിലായോ? ഇതിൻ്റെ പാക്കിംഗ് ഒന്നും കറക്റ്റല്ലേ. അപ്പോൾ 100 കിലോമീറ്റർ ഏകദേശം ചവിട്ടി ഓടിക്കാം. മൈലേജ് നോക്കരുത്. എത്രത്തോളം എരച്ച് ഓടിക്കാം. ജലന്ധറിൽ നമ്മുടെ ഒരു ജലന്ധറിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. കുഞ്ഞമ്മയോ? അവിടെ AC ശരിയാക്കണം. ആണ് ACയും കയറ്റിയിട്ട് വരാം. AC ശരിയാക്കാം. കുറച്ച് പരിപാടി ഉണ്ട് ഗൈസ് മൊത്തത്തിൽ. പിന്നെ നിങ്ങൾ നോക്കണ്ട,
അതേപോലെ ഈ സാധനമൊക്കെ നമ്മൾ മാറ്റും. ഈ സാധനമൊക്കെ ചെറിയ പൈസയുള്ളൂ. ഇതണ്ട ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 സാധനം ഒരേപോലത്തെ സാധനം ആക്കണേ. മാറ്റാം. രണ്ടും രണ്ടാ. അതിനൊന്നും പൈസ കൊടുക്കണ്ട. അതിന് പൈസ കൊടുക്കണ്ട. രണ്ടും രണ്ടാ. എന്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങി പോകാത്തറിയാം? ഫോൺ വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഫോൺ ഓഫായി പോകും കേട്ടോ. ഫോൺ തണലത്തും ആൾക്കാർ വെയിലെത്തും. എന്നെ അല്ല, ഫോൺ തണലത്തും ആൾക്കാർ വെയിലെത്തും. അതെന്നെ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുട്ട മേടിക്കാൻ മറന്നുപോയല്ലോ. കുറച്ച് കഴിഞ്ഞ് മേടിക്കാം. കുറച്ച് കഴിയുമ്പോൾ പോയിട്ട് ഓട്ടോയ്ക്ക് പോയിട്ട് മുട്ട മേടിച്ചിട്ട് വരാം. ഇപ്പോഴുണ്ടല്ലോ ആ ട്രക്ക് അപ്പുറത്തുനിന്ന് പടിഞ്ഞാറമ്മയിലടിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ വെയിലടിക്കുന്നുണ്ട്. അവർ അതിൻ്റെ പറ്റ എന്നാണ് ഇത് ചെയ്യുന്നത്. ഒരു ലോക്കുണ്ട്. ആ സാധനം ലോക്ക് വീണില്ലേല് ഓടുന്നുണ്ട്, ടയർ ഊരി പോകുന്നു. നമ്മുടെ മറ്റേ ടയർ പോലെ മറ്റേ സംഭവം പോലെ അല്ല. എന്തൊക്കെയോ സാധനങ്ങളുണ്ട് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി. ആ സാധനങ്ങളൊക്കെ ഇത് പണിയാൻ അറിയുന്നവർ ചെയ്യണമെന്ന് പറയുന്നത്. ആ സാധനം ആദ്യം സെറ്റായില്ല. പുള്ളിക്കാരൻ അത് അവിടെ വെച്ചില്ല. അപ്പോൾ അവിടെ ആരം വെച്ചിട്ട് ഒന്നിട്ട് ഉരച്ച് ആ സാധനം പുള്ളിക്കാരൻ രണ്ടാമത് കയറ്റുന്നു നോക്കി. അതിൻ്റെ ഉള്ളിൽ കയറി പോകണം ആ സാധനം. അത് ലോക്കാടാ. ആ സാധനം അല്ലേ? ആ സാധനം അതതിൻ്റെ ലോക്കാന്ന് തോന്നുന്നു. ലോക്ക് നമ്മള് ഇതേ ആദ്യം ഈ സാധനം മാറ്റണമെന്ന് പറഞ്ഞാൽ ബസ്സിൻ്റെ മാറ്റിയപ്പോഴാണ്. എത്ര നാൾ നമ്മൾ ഓടാതെ മാറി. അവിടെ ഒരു നെട്ടാടാ. അത് ആ നെട്ട് അതിൻ്റെ ഉള്ളിൽ കയറി പോകണം. അത് അന്നപ്പോഴത് ലോക്കാകുന്നത് കേട്ടോ. കയറി പോന്ന് നോക്കി. ഓ, അതങ്ങനെയാ അതിൻ്റെ സംഭവം കേട്ടോ. ഇതൊക്കെ കറക്റ്റ് അറിയാവുന്നിടത്ത് പണിതില്ലെങ്കിൽ നമ്മൾ മേലോട്ട് നോക്കിയിരിക്കും. പുള്ളിക്ക് ഇത് പണിത് അവിടെ നെറ്റ് ലോക്കാടല്ലോ. ഇവനെ അവിടെ നെറ്റിട്ട് ടൈറ്റ് ചെയ്യുക. അതാ സംഭവം. പിന്നെ നീ വേറെ തോന്നുന്നു 17-ന്റെ നെട്ടാന്ന് തോന്നുന്നു കേട്ടോ. 17 ഏതാ? ഇവരുടെ സ്പാൻഡറും സംഭവങ്ങളൊക്കെ റിങ്ങൊക്കെ വ്യത്യാസമുണ്ട്. നമ്മുടെ കയ്യിലുള്ള പോലത്തെ അല്ലേ? നീ ശ്രദ്ധിച്ചോ? നല്ല സാധനങ്ങളാണ്. നമ്മളൊന്ന് പിടിക്കുമ്പോൾ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. അതെന്നാണെന്നറിയാമോ? അതായത് നമ്മൾ ഇതുപോലെയുള്ള വണ്ടികൾ മേടിക്കുന്നത് എപ്പോഴും പണി കാണണം ഗൈസ്. നമ്മുടെ ആ ഒലക്ക കയറ്റാൻ വേണ്ടി പോട്ടെ. അതിൻ്റെ പേരെന്താ? ഷാഫ്റ്റ്. ആ ഷാഫ്റ്റ് കയറ്റാൻ വേണ്ടി പോകണം. അത് അവിടുത്തെ കാര്യങ്ങളെല്ലാം പുള്ളിക്കാരൻ ചെയ്തു. ഷാഫ്റ്റ് കയറ്റാൻ വേണ്ടി പോകണം. എനിക്ക് ഈ തണലത്തിൻ്റെ അകത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല. ഇപ്പോഴത്തെ 4ാമത്തെ പ്രാവശ്യം ഫോൺ ഓഫായി പോകുന്നത്. എല്ലാ സാധനവും വാണിങ്ങി വന്ന് നിൽക്കും കേട്ടോ ഫോൺ. അതായത് ഫോൺ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അന്നം പാടെ ഓഫായി അല്ലേ? ഇന്നലത്തെ വീഡിയോന്റെ അകത്ത് നമ്മൾ അതിന്റെ വാണിംഗ് ഇട്ടിട്ടുണ്ട് ഫോണിന്റെ. നമ്മൾ വെറുതെ പറഞ്ഞ ആർക്കും വിശ്വാസം വരില്ല. നമുക്ക് മാറിപ്പോയി. അതന്നെ ആ സംബന്ധം തന്നെ പുള്ളിക്കാരൻ പറയുന്നത്. നമ്മൾ പറയുമ്പോൾ ഇച്ചിരി ലാംഗ്വേജ് വ്യത്യാസമുണ്ട്. ലോക്കായി കയറണോട്ടോ, ഇല്ല പരിപാടി പാളും. അത് കറക്റ്റ് ആ സാധനത്തിൻ്റെ അത് കറക്റ്റ് ലോക്കായിട്ട് കയറിയില്ലേൽ പരിപാടി പാളും. കേറിയോടാ? കേറി ഭയ്യ ജെ ദോനോ സൈഡ് മേ 2 ഉണ്ട്. 2 കമ്പിയുണ്ട്. അപ്പുറത്തെ സൈഡ് അപ്പുറത്തുനിന്ന് ഊരി എടുക്കണം, ഇപ്പുറത്തെ സൈഡ് ഇപ്പുറത്തുനിന്ന് ഊരി എടുക്കണം. ബോൾട്ട് ഇടണോടാ. അടിച്ച് ബോൾട്ട് ഇടണം കേട്ടോ. തള്ളി ഓ, അത് കറക്റ്റ് എന്താ ചെയ്യണം? दो बोल्ट है. दो बोल्ट है ना? नहीं बोल्ट होंगे 8. 8 ഉണ്ട്. ആക്സിൽ 2 ബോൾട്ട്. ബോൾട്ട് പറഞ്ഞ 2 ഉള്ളതിനെ അടിച്ചടിച്ച് ഈ സാധനം കയറ്റുക. കണ്ടോ? അടിക്കണോടാ. നിങ്ങൾ നാട്ടിലത്തെ വണ്ടി ഇതിൻ്റെ അത് നോക്കരുത് കേട്ടോ. കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 4x4 ലോറിയാണ്. മറ്റേന്ന് വെച്ചാൽ 2x2 ഉള്ളൂ വ്യത്യാസം. എക്കോമാറ്റ് അത് ഇതായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത് കേട്ടോ. എക്കോമാറ്റും സ്റ്റാൻഡിലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് 4x4 ആയിരിക്കും. ഇതിന്റെ വല്യമ്മച്ചിയുടെ സെക്കൻഡ് മാരേജ് ഞാൻ തോന്നുന്നു. ഹോൺ അടിച്ചു പോയെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു തരുന്നില്ല. സാധനം വളരെ വ്യത്യാസം ഉണ്ടാവും. നമുക്ക് കൊമേഴ്ഷ്യൽ ആയിട്ട് ഉള്ള പാർട്സുകളാണ് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ആർമിയിലോട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇട്ടാക്കുന്നത്. എല്ലാം TVS ഉണ്ടാക്കുന്നത്. TVS തന്നെയാണ്. പക്ഷെ രണ്ടും രണ്ടായവനെ. നമുക്ക് 10 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ചിലപ്പോൾ 20 രൂപയ്ക്ക് ഇവർ കിട്ടുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. വ്യത്യാസം TVSന്റെ പാർട്സ്. വേറെ കാര്യം, ആർമിക്ക് ടാക്സ് ഇല്ലാത്തതാണ് ചിലപ്പോൾ സിവിൽസിന് കിട്ടുന്നതിനേക്കാളും കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് അറിയത്തില്ല. നമ്മൾ എഴുതാപ്പുറം വായിക്കണോ? അറിയത്തില്ല ഗൈസ്. നമുക്ക് അറിയില്ല. അതുകൊണ്ട് എഴുതാപ്പുറം വായിക്കണ്ട. പുള്ളിക്കാരൻ അത്ര ചെയ്തപ്പോൾ തന്നെ മടുത്തു കേട്ടോ. അമ്മാതിരി ചൂടാ, അങ്ങനത്തെ ചൂടാ. നിങ്ങളോട് എങ്ങനെ ഞാൻ പറഞ്ഞു? സർചാർജ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ മണി എടുക്കുന്നത്. അതെ, വേറെ ആരും പണി എടുക്കൂല. നമ്മുടെ നാട്ടിലൊക്കെ ഈ ചൂടാണ് ഉണ്ടല്ലോ, ആരും പണി എടുക്കൂല. അതായത് ഇപ്പൊ എല്ലാവർക്കും ഉച്ചയ്ക്ക് റെസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവനക്കാർക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കണം, അല്ലെ അവർ മടുത്തു പോകും. ഇവര് സ്വന്തം ചെയ്യുന്നോണ്ടായിരിക്കടാ. പുള്ളി മടുത്തുതാ. പുള്ളി അതാ തണലത്ത് പോയി നിൽക്കുക, വേറെ വകുപ്പില്ല. എനിക്കറിയില്ല കേട്ടോ ഇത് എന്നെ ഇങ്ങനെയെന്ന്. അമ്മാതിരി ചൂട്. എനിക്ക് തോന്നുന്നു ഇത് മഴ പെയ്യാനുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു ഇങ്ങനെ വരുന്നേ. ആഹാ, നിൽക്കുന്നുണ്ടല്ലേ. എപ്പോൾ എഴുതേക്കോ അറിയാതെ എങ്ങനെ ഉരുണ്ട് കെട്ടി വീണ് ഒരെണ്ണം കടിച്ചാൽ മതി കേട്ടോ, പിന്നെ തീർന്ന്. ഇതിനിവിടെ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇതാവും പറഞ്ഞ പോലെ നല്ല ക്യാബിനാ. ഞാനേ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ടയറൊക്കെ മാറി തരും, അതെല്ലാം സെറ്റപ്പ് ആക്കി നല്ല സൂപ്പറാക്കി തരും.
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്. അതായത് ഇതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ വേഗത്തിൽ അല്ലെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കാത്ത ഞാൻ ഇന്നലെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ചു. എൻ്റെ മൈക്ക് എന്നെ പതിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ വരാൻ കണ്ടോ ഈ സാധനം അന്ന് എന്നോട് ഞാൻ മേടിക്കണമെന്ന് പറഞ്ഞു. കണ്ടോ ഇവിടെ ഇതിന് എത്രയാ? ഇവിടെ അല്ല, കാര്യം നടന്നു. ആ മറ്റേ അവിടെ നിന്ന് എത്ര വെച്ച്? 25,000 25,000 ഒന്നും ഇല്ല. ഇതിന് 10,000 12,000 രൂപ ഉള്ളൂ. അന്ന് 14,000 രൂപയ്ക്ക് കസാക്കിസ്ഥാനിൽ ഈ സാധനം ഉണ്ടായിരുന്നു. മേടിച്ചില്ലല്ലോ. ആ സാധനം നീ നോക്ക് കേട്ടോ. ഇത്രയും വലിയ ട്രക്കിന്റെ അവൻ അടിച്ച് കയറ്റുക. ഇപ്പൊ നമുക്ക് മേടിക്കും. കമ്പനിയുടെ ഫോട്ടോ എടുത്ത് നോക്കാൻ. ഈ സാധനം വണ്ടിക്ക് ബെൽറ്റോ എന്ത് കാര്യം വന്നാലും നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ ഫോട്ടോ എടുത്ത് നോക്കാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാം എടുത്ത് വെച്ചിട്ടില്ലേ? ആ സാധനം ഓൺലൈൻ. ആ കമ്പനിയാണ് ഇപ്പൊ ഏറ്റവും ടോപ്പായിട്ട് സാധനം സെയിൽ. ചൈനയല്ല, എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ചൈന ഈ ചൂടത്ത് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ കാര്യങ്ങളുണ്ട്. ഈ ചൂടത്ത് അയാൾ അവിടെ നിന്ന് റൊട്ടി അടിച്ച് ആ തന്തൂരിക്ക് അത് കൈയിട്ടു. എൻ്റെ അമ്മോ, എനിക്കറിയത്തില്ലല്ലോ അതൊരു തന്തൂരിയാണത്. കണ്ടോ, തന്തൂരിയുടെ സാധനം മാറ്റി പുള്ളി റൊട്ടി അടിച്ചു. അതിൻ്റെ അകത്ത് ഈ ചൂടത്ത് കൈ ഇടുന്ന പുള്ളിയുടെ ഒരു ആ ഒരു ഹെൽത്ത് എന്തായിരിക്കും, അല്ല സ്ട്രോങ്നെസ് കൈ പൊള്ളണ. ഒന്നും പറയേണ്ട കാര്യം ഉണ്ടാവൂല. ആ തന്തൂരിയാണത്. തന്തൂരിക്കകത്ത് പുള്ളി റൊട്ടി പരത്തി ഇടുന്നതാണ് കാണുന്നത്. എന്നെ കൊണ്ട് സാധിക്കൂല കേട്ടോ ഈ ചൂടത്ത്. എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല. എൻ്റെ ഫോണിന് പറ്റുന്നില്ല. പിന്നെ എന്നെ കൊണ്ട് എയർ ഫിൽറ്ററൊക്കെ പുതിയതുണ്ടോന്നൊക്കെ ഞങ്ങൾ പറഞ്ഞേ. അതായത് നോക്കട്ടെ. നമ്മുടെ പുതിയ സാധനം വേറെ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വണ്ടിക്ക് വരണ്ടോ? പിന്നെ അത് എന്നാൽ ഞാൻ ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്താം. അതായത് ഇത് ലൈലാൻഡ് 2014 ചാക്ക് കേബിൾ ആക്സിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ആയിരിക്കണം. ഓ ഭയ്യ, ഓ ഹാൻഡ് ബ്രേക്ക് का सामान है? ब्रेक है क्या के लिए? ब्रेक है, हैंड ब्रेक है, चौक में जो गाड़ी बंद करते हैं ഹാൻഡ് ബ്രേക്ക്. കിച്ചനെ വല ഹാൻഡ് ബ്രേക്കാണ് നമ്മൾ പറഞ്ഞ കറക്റ്റാ. ഇത് ഓരോ ഫിൽറ്ററുകൾ, ബോഷിൻ്റെ ഓരോ ഫിൽറ്ററുകൾ, ഡീസൽ ഫിൽറ്റർ നമ്മൾ ഒരാഴ്ച താമസിച്ചു. അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളെ കാണിച്ചു തരായിരുന്നു. കുറേ കിട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ സാധനം നാളെ കഴിഞ്ഞും കൂടെ പണിയുള്ളൂ കേട്ടോ. കഴിഞ്ഞു. സബ്ജി വേറെ സാധനം എടുക്കാൻ വേണ്ടി പോയാക്കുവാ. എന്തോ വണ്ടിയുടെ സാധനം പോയി. പിന്നെ ഇവർക്ക് ഫോൺ ഓഫായി പോകാതെ. അതായത് സാധനം നമുക്ക് വേണ്ടി സബ്ജി അപ്പുറത്തൂടെയാണ് ഇപ്പുറത്തൂടെയാണ് വരുന്നത്. അത് എന്തോ ഒരു സാധനം എടുത്തിട്ട് വന്നു കേട്ടോ, സാധനം മാറ്റാൻ വേണ്ടി. അതേപോലെ സബ്ജി തിരിച്ചും കൊണ്ടുപോയി. എന്താണത് തിരിച്ചു കൊണ്ടുപോയത്? എന്തോ ഒരു സാധനം കൂടെ പോയിട്ടുണ്ട്. കമ്പനി അച്ചായ ആ സാധനം മാറ്റിയിടാം. ऑनलाइन मंगाई थी സബ്ജി തിരിച്ചു കൊണ്ടുപോയവനെ 10,000 രൂപയേ ഉള്ളൂ ഈ കമ്പനിയുടെ സാധനത്തിന്. എല്ലാവരും ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ മൊത്തം ഇത് ഉപയോഗിക്കുന്നത്. സെറ്റ് പൂര സെറ്റാണ്. ഇതേവനെ ഫുള്ള് സെറ്റായിട്ടാണ് വന്നാക്കുന്നത്. കാണിച്ച പയ്യ ഇത് മേടിക്കണമല്ലോ. ഇതടക്കം ബോക്സ് दो बाल्टी है ना? हाँ मेरे को एक चाहिए. ऑनलाइन में कम में मिलेगा भैया ऑनलाइन में कम है. പക്ഷേ നമ്മുടെ നാട്ടിലെ പിള്ളേർ ഇത് 1000 चार्जर होती है बैटरी. ये बैटरी है यहाँ लगती है. टायर टूटेगा? टायर टायर ही नट बोल्ट खोलेगी. अच्छा छोटा वाला गाड़ी ट्रैवलर का टायर टूटेगा. നല്ലടാ. ഇത് 6000 രൂപയ്ക്ക് പൊട്ടിന്നല്ലേ? നിങ്ങളൊന്ന് കമന്റ് അടിക്കുക കേട്ടോ. അതായത് ഞാനൊരു വീഡിയോ മലയാളി പിള്ളേർ 6000 രൂപയ്ക്ക് സാധനം മേടിച്ചത്. ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മേടിക്കും. ഇത് 20 വാൾട്ട് മാക്സിമം ലിഥിയം അയൺ ബാറ്ററി. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നോക്കട്ടെ. ഇത് നമുക്ക് ഉപകാരപ്പെടും. സബ്ജി എന്തോ അടുത്ത സാധനം കൊണ്ടുവന്നവനെ നോക്കി. നമ്മുടെ അടുത്ത് എന്തോ സാധനം കൊണ്ടുവന്നേ പുള്ളിക്കാരൻ. സാബ് ക്യാ ഹേ? 4x4 के अगले അർലേ 4x4ന്റെ എന്തോ സാധനം അത്. ആണോ? അതെന്തോ ഇടുന്ന സാധനം. എനിക്ക് തോന്നുന്നു 4x4ന്റെ ഓയിലോ വല്ലതും ആണോ. मैं इतना पूछेगा आपको डिस्टर्बेंस है, प्रॉब्लम है? मैं पूछेगा प्रॉब्लम है नहीं डिस्टर्बेंस नहीं है ना? ഗൈസ് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അതായത് ഞങ്ങളിങ്ങനെ ചോദിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാരണം നമ്മൾ ചോദിക്കണം കേട്ടോ. നമ്മൾ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അതായത് അവർ വീഡിയോ എടുത്തോട്ടെ ആദ്യം ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നതിന് കുഴപ്പം. നമ്മൾ യൂറോപ്പിൽ പോയിട്ട് ഇത് പഠിച്ചത്. അതെ, വളരെ നമ്മൾ മര്യാദക്കാരെ. വണ്ടിയുടെ ഫോട്ടോ എടുക്കണേലും നമ്മുടെ നാട്ടിൽ ഇതിൽ അപേക്ഷ വെക്കുന്ന പോലെ ആൾക്കാർ, ഞാൻ നിങ്ങളുടെ വണ്ടി കണ്ടു, നിങ്ങളുടെ യാത്ര ഞാൻ ഓൺലൈനിൽ കണ്ടു, ഞാൻ നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോ പകർത്തിക്കോട്ടെ, അങ്ങനെ അവർ വന്ന് ചോദിക്കുക. മെയിൽ അയച്ച് ചോദിച്ചവരുണ്ട്. അല്ലേ? അത് ഏറ്റവും വലിയ. ഞങ്ങളുടെ വണ്ടി അവിടെ റെന്റിന് വിളിച്ചായിരുന്നു കേട്ടോ, കല്യാണത്തിന് ഗ്രീസിൽ. ഞാൻ പോയില്ല. ഇവിടെ എന്തോ സാധനം, ആ സാധനം തന്നെ എന്തോ പുള്ളിക്കാരൻ വൃത്തിയാക്കുന്നു. ഇത്രയും നേരം വരെ ഷൂട്ട് ചെയ്ത് ഈ ഫോണിലാണ്. ഈ ഫോൺ ടിം, അതായത് ആ ഫോണിൻ്റെ കാര്യം ടിം, അതായത് അത് ഹീറ്റായി. ഗൈസ് ഞങ്ങൾ ഇത്രയും നേരം വരെ ഈ കാണുന്ന മുതുകളവൻ്റെ ഇവിടെ നിന്നാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. പുള്ളിക്കാരൻ 1000 കണക്കിന് ചോദ്യവും
പിന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങളൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. ഇപ്പം നമുക്ക് വീഡിയോ കൂടെ പറയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. ഞാനിവിടെ ഫോൺ വെച്ചിട്ട് പോയി. ഇപ്പം പുള്ളിക്കാരൻ എനിക്ക് കൊണ്ടെത്തുന്നു. കാരണം നീ അധികം നേരം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നീ മേലോട്ട് നോക്കിയിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അയ്യോ നിങ്ങളോടൊരു കാര്യം ഞാൻ പറയാൻ പറ്റുന്നത്, അതായത് യൂറോപ്പിൽ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സെൽഫായിട്ട് പണിതാലും അവിടെ ഓയിൽ മറ്റ് സാധനങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് ഭയങ്കര വിഷയമാണ്. അപ്പം നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു ആളുണ്ടെങ്കിൽ മാത്രമേ വണ്ടിയുടെ പണി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്തു അത് ഇടാനൊരു സ്ഥലം വേണം. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പം അതങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ. കമാൻ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് നമ്മൾ വണ്ടിയുടെ ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് നോക്കുവാണ്. ഇനിയും 2 ദിവസം പണിയുണ്ട്. കാർബോർഡ് വെട്ടിയിലാണല്ലോ പരിപാടി. എല്ലായിടത്തും നമ്മുടെ കൈകൾ വേണം. എന്തൊക്കെയോ ഊരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല കേട്ടോ. ഓരോ സാധനങ്ങളുടെ പണി അവർ എടുത്തുകൊണ്ടിരിക്കുക. ഡിഫറൻഷ്യലാണെന്ന് തോന്നുന്നു. डिफरेंशियल ആണെന്ന് തോന്നുന്നു. सरदार जी अभी क्या काम कर रहे हैं? ഡിഫറൻഷ്യൽ കാ अभी ये डिफेंसर का नहीं, अभी एयर प्रेशर का काम हो रहा है. എയർ പ്രഷർ കാ ഗൈസ് ഇപ്പം എയർ പ്രഷറിന്റെ പണി എടുത്തോണ്ടിരിക്കുക കേട്ടോ. അതാണ് അത്രയും ഇതായിട്ട് ചെയ്യുന്നത് കേട്ടോ. എയർ പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതല്ലേ ബ്രേക്കിന്റെ മറ്റേ എയർ ടാങ്കിന്റെ പരിപാടിയല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യണം. നാളെ കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. രാവിലെ വരണം കേട്ടോ. നാളെ കഴിഞ്ഞ് ഗിയർ ബോക്സ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ അവന്? ആയിട്ടാ അവിടെ എന്തോ പോലെ അത് ഇരിക്കുന്ന സ്റ്റാർട്ട് ചെയ്തല്ലേ പറയാൻ പറ്റും. ഇത്രയും സ്റ്റാർട്ടായിട്ടില്ലോ. 10 വർഷം 5 വർഷമൊക്കെ സ്റ്റാർട്ടായി കിടക്കുന്നതായിരിക്കും. 10 വർഷമോ? ചിലപ്പോൾ 5 വർഷം 2 വർഷമൊക്കെ സ്റ്റാർട്ടായി കിടക്കുന്നതായിരിക്കും. ഇത് കമ്മീഷൻ ചെയ്യണ്ടേ? ശരിയാ, കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടാണ് ഇവർ ഒഴിവാക്കി വിടുന്നത്. ഡീകമ്മീഷൻ ചെയ്തിട്ട് ഇത് പൊളിക്കാനുള്ള ഉത്തരവൊക്കെ കിട്ടണ്ടേ? ശരിയാണ്. അവിടെ നിന്നാണ് നമ്മളിത് ശരിയാക്കി എടുക്കുന്നത്. ബുഷ് കണ്ടോ? എനിക്ക് എന്നിട്ട് ബുഷ് കുറേ മാറേണ്ടി വരും. ഇവിടുന്ന് മാറിയില്ലേലും നാട്ടിൽ ചെന്ന് നമ്മൾ ഇതിൻ്റെ ബുഷ് കണ്ടുപിടിച്ച് മാറേണ്ടി വരും അല്ലേ? ഉറപ്പാണ്. നാട്ടിൽ ചെന്ന ഒരു 50,000 60,000 രൂപ പണി കാണണം കേട്ടോ. അതെന്താണേലും അല്ലടാ, എന്താണേലും 5 ചില്ലറ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് വരും. ഇത് പിന്നെ വേറെ കാര്യമുണ്ട്. ഇതിനെ ഈ സാധനം വെള്ളത്തിൽ കൂടെ ഓടിക്കും. അതതിൻ്റെ പ്രത്യേകത. അതാ ഇതായതുകൊണ്ട്. ഏത് ആ പമ്പായതുകൊണ്ട്. ഈ പമ്പാകുമ്പം വണ്ടിക്ക് ഇച്ചിരി വലിവ് കുറയൂന്ന് പറയുന്നുണ്ട്. അത് ചിലവർ പറഞ്ഞത് വല്ല പ്രശ്നം ഇല്ലെന്ന് പറയുന്നുണ്ട്. 2 വിഭാഗം ആൾക്കാർ പറയുന്നത്. പക്ഷേ ഈ സാധനമാണെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ഈ സൈഡ് വരെ വെള്ളം കയറ്റിയാണ് ഓടിച്ചാലും വണ്ടിക്ക് വല്ല പ്രശ്നം വരില്ല. പറയേ നിങ്ങൾ മറ്റേ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് മറ്റേ പേരെന്നെ പഴയ നമ്മുടെ ബലേറോയുടെ ഡാർട്ട് ഇഞ്ചക്ഷൻ ഒരു പണി അവിടെ എടുക്കട്ടെ. നമുക്കിനി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലാം. കാരണം ഓരോന്നായിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഇവരെ ഇതിൻ്റെ പണിയാണ് തീർക്കുന്നത്. എയർ ബ്രേക്കിൻ്റെ സംബന്ധമായ, അതിന് ശേഷമായിരിക്കും എൻജിൻ സംബന്ധമായ. ഇതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു 2-3 വർഷമൊക്കെ ആയിട്ട് ഡീകമ്മീഷൻ ചെയ്ത് കിടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പേപ്പറൊക്കെ ആയിട്ടാണ് ഇതിനെ ലേലത്തിന് വിളിക്കുന്നത്. അങ്ങനെ ലേലം ചെയ്ത് കഴിഞ്ഞ് ഇത്ര നാൾ കിടക്കും. കുറേ നാൾ കിടന്ന് ഈ സാധനം വരുന്നത്. അങ്ങനെ ഇതിനെ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം. അതായത് ഇവരുടെ എല്ലാ പാർട്സും ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വളരെ കുറച്ചായിരിക്കും പുത്തൻ പാർട്സ് കയറുക. എല്ലാം പഴയതായിരിക്കും. എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒന്നേന്നെടുത്ത് വണ്ടി എടുത്ത് പണിയുന്നത്. സാധാരണ എല്ലാം വണ്ടി പണിതിട്ടല്ലേ കാണിക്കുള്ളൂ എടുത്തെന്ന് പറഞ്ഞിട്ട്. സാധാരണ ഇങ്ങനെയൊന്നും കാണിച്ച് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ പണിയുന്നതിൻ്റെ ഒക്കെ കാണിച്ചു. ശരിക്കും ഒരു വണ്ടി എടുക്കാൻ നേരത്ത് ഞങ്ങൾ സത്യസന്ധന്മാരാണ്, കള്ളന്മാരല്ല. ഒരു വണ്ടി എടുത്ത് ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് പക്ഷേ ഒരു കാര്യമുണ്ട്, ഏറ്റവും ലാസ്റ്റ് വണ്ടി എടുത്ത് നമ്മളാണ്. അതെനിക്ക് ഉറപ്പാണ്. ഏറ്റവും ലാസ്റ്റ് എത്രയോ വണ്ടി കേരളത്തിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 10-20-25 വണ്ടി കേരളത്തിലുണ്ട്. ഇനിയും വണ്ടികൾ ഇഷ്ടം പോലെ അവിടെ കിടപ്പുണ്ട് കേരളത്തിലേക്ക് പോകാൻ വേണ്ടി. ഈ നിങ്ങൾക്ക് വണ്ടി വേണ്ടവരെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. തുമ്പിനെ വിളിച്ചാൽ മതി. അതായത് ഞാൻ ഒന്നുകൂടെ പറയണം, നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. വണ്ടിയുടെ ഒരു പരിപാടിയില്ല കേട്ടോ. നമുക്ക് തലവേന പിടിക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പേപ്പർ നമുക്ക് തന്നെ എത്ര മാസം കൊണ്ടായെന്നറിയാമോ? പണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കാൻ നേരത്ത് ഇന്നെടുത്ത അടുത്ത ആഴ്ച രജിസ്ട്രേഷൻ ചെയ്യായിരുന്നു. ഇപ്പോൾ ഫൈൻ വീണാൽ കുടുങ്ങി. എൻ്റെ 3 വണ്ടിക്ക് ഇതേപോലെ തന്നെ ഫൈൻ വീണ് കിടക്കുക. കോടതിയിലുള്ള ഇതുവരെ അടച്ച് തീർക്കാൻ പറ്റില്ല. അപ്പം നമുക്കൊരു കാര്യം ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൾക്കാർ ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. രണ്ടിൻ്റെ ഒന്ന് ആൾക്കാരുടെ സ്വഭാവം മാറും. അതുകൊണ്ട് നമ്മൾ പിന്നെ ആ പരിപാടിക്ക് നിൽക്കാതിരിക്കുന്നതല്ലേ. ആദ്യം ഈ ബുള്ളറ്റ് എബിനെന്നൊക്കെ വിളിക്കും. പിന്നെ ഈ ബുള്ളറ്റ് പൂരി പോകാനായി വിളിക്കും. തെരുവറിയാതെ പിന്നെ അല്ലേ അല്ലേ സത്യം ആൾക്കാരങ്ങനെ വിളിക്കുന്ന. പിന്നെ അങ്ങനെ പറയാം. അതുകൊണ്ട് നമ്മുടെ കാര്യം നോക്കി ചെയ്യുക. നമ്മൾ ഓവർ ഉപകാരത്തിന് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വിനയാവും. ഞാൻ കുറേ ഉപകാരത്തിന് പോയിട്ട് ലാസ്റ്റ് എല്ലാം വിനയായി. ഞാൻ എല്ലാം നിർത്തി. നമ്മളിപ്പോൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടേതായ രീതി മുന്നോട്ട്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റും. 2029 സ്റ്റാർട്ടിങ് പോലെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ ഇനിയും ഒരു പരിപാടി 2021 ശേഷം മനസ്സമായിട്ട് ഒരു യാത്ര പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാ പരിപാടിയും വിട്ടു. നമ്മുടെ പരിപാടികൾ കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് യാത്ര, നമ്മുടെ പരിപാടി, നമ്മുടെ യാത്ര. കൂടുതൽ വീഡിയോ പിടിക്കാൻ പറ്റുന്നില്ല. ഫോൺ ഓഫായി പോവാണ്. ഭയങ്കര വെല്ലുവിളിയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ പോയിരുന്ന് വീഡിയോ പിടിക്കണമെന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നടക്കുന്നില്ല. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ വെച്ച് കൂളാക്കിയിട്ട് വേണം അങ്ങോട്ട് പോയി വീഡിയോ പിടിക്കാൻ വേണ്ടി. എന്തായാലും ഒരു 10 മിനിറ്റ് വെക്കട്ടെ. ഏത് ഫോൺ ചെയ്താലും ഇതാവസ്ഥ. ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. എന്നാൽ കണ്ടോ, ഇതാ കിടക്കുന്നു വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ.
ഇതേ നിന്റെ മോൻ തോറ്റു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ കിടക്കുന്നു തീന്തരി കിടത്തവും ഹീറ്റായി സംഭവം സ്വിച്ച് ഓഫ് ആക്കിയേക്കാം കേട്ടോ ഗൈസ്. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി കേട്ടോ, അല്ല വേറെ മാർഗ്ഗമില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്നാ ചെയ്യാനാ, സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. നേരെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. ലിബിൻ അവിടെ ഓരോന്നായിട്ട് നോക്കുന്നുണ്ട്, വണ്ടിയുടെ ഓരോ ഭാഗങ്ങൾ ടെസ്റ്റിങ്ങിലാണ്. ഈ സാധനം മാറ്റണം കേട്ടോ അവനെ. ഈ സാധനം ഉള്ളിൽ നിന്ന് തന്നെ പോയി തുരുമ്പ് കയറി. നമുക്ക് ചോദിക്കാമല്ലോ, മാറ്റി തരാന്ന് പറഞ്ഞു. വണ്ടി അവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലാൻ നേരം ചോദിക്കാമല്ലോ, എന്തുണ്ടെങ്കിലും മാറ്റി തരാന്നുള്ള അടിയിൽ. ഉള്ളിൽ നിന്ന് പോയി മാറ്റണം. ഈ ബോഡി മാറ്റാന്നാണോ നീ പറയുന്നത്? ബോഡി മൊത്തം പോയോ? പോയി. അല്ല, ചിലപ്പം ചില ഭാഗങ്ങൾ മാത്രം അവർ പാച്ച് ചെയ്ത് തരുമായിരിക്കും. എന്തിയെ കമ്പി അല്ലേ? ഫുള്ള് പോയി. അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. അവിടെ മാത്രം പാച്ചുണ്ടല്ലേ? പാച്ച മാറ്റുന്നതായിരിക്കും ബെറ്റർ അല്ലേ? ബാക്കി പ്ലാറ്റ്ഫോമിന് ഇവിടെയൊക്കെ ഉണ്ടല്ലേ? ഫുള്ളുണ്ട്. ഇവിടെ സർദാർ നമ്മുടെ 4x4 വർക്ക് ചെയ്യുക കേട്ടോ. 4x4 എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുക, എന്തോ ക്ലീൻ ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഉള്ളിൽ നിന്ന് എന്തോ ലോക്ക് ചെയ്തിട്ട് അതിത് പിടിക്കുന്നതാണെന്നോ ലോക്കാകുന്നതാണെന്നോ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് അറിയത്തില്ല, അവർ പറയുന്നതല്ലേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. അവർ മാറ്റിക്കൊണ്ടിരിക്കുക. എല്ലാ സാധനവും കോഹ്ലിയുടെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇങ്ങോട്ട് കൊടുക്കും. എത്ര സസ്പെൻഷനാണെന്ന് നോക്കിയാൽ, ഇവിടെ സസ്പെൻഷൻ, ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ടോ. പണിയാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്, അതുകൊണ്ട് പണിയാൻ നല്ല സ്ഥലമാണ് കേട്ടോടാ ലിബിനെ. പണിയാൻ ഇഷ്ടം പോലെ സ്ഥലമാണ് ഉള്ളിൽ. പൊക്കം ഉണ്ടല്ലോ അതിന്റെ വണ്ടിക്ക്, നമ്മുടെ പോലെ ആമ വണ്ടി അല്ലല്ലോ. അതിന്റെ അടി കയറി മര്യാദയ്ക്ക് വണ്ടി ഉള്ളിൽ കയറി പണിയെടുക്കാൻ ഭയങ്കര പാടാണ്. ട്രാവലർ പണിയൊക്കെ സമ്മതിക്കണം. ഇതിന് പിന്നെ നല്ല സൗകര്യവും നല്ല ഗ്യാപ്പുമാണ്. എനിക്ക് തോന്നുന്നേ ഈ വണ്ടി നന്നായിട്ട് ഉപ്പ് സൈഡിൽ ഓടിയ വണ്ടിയാണ്. അതായത് തോന്നുന്നത്, അതായത് കടലുള്ള സ്ഥലത്ത് ഇത് കിടന്നതാ. ഇത് കിടന്ന ബോഡിയാന്നേ. ഇതിൻ്റെ A to Z എത്ര സാധനം മാറ്റമുണ്ടെന്ന് ഓർത്താ. ഇതിൻ്റെ അച്ചു പിച്ച് എല്ലാ സാധനം മാറ്റും. പിന്നെ വേറെ കാര്യമുണ്ട്, ചില സാധനങ്ങളിൽ ഐലാൻഡിൻ്റെ TVSൻ്റെ സാധനങ്ങൾക്ക് പൈസ കുറവാണ്, എന്നാൽ ചില സാധനത്തിന് ഭയങ്കര പൈസയാണ്. അത് അവിടുത്തെ 2 പിള്ളേർ നോക്കുന്നു നോക്കിയാടാ ഇവനെ. എന്ത് കൈ കാണിക്കുന്നുണ്ടോ? ഹായ് ഗൈസ്, അടുത്ത കുഞ്ഞുമക്കളാണ് കേട്ടോ. അവന്മാർ കൈ കാണിക്കുക. അവന്മാർക്ക് ഏകദേശം ഇവിടെ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ വമ്പ സംഭവമാണ്. അതായത് പിള്ളേർക്ക് ഭയങ്കര ആവേശമാണ്. 3-4 സ്ഥലത്ത് പൊട്ടുണ്ട് കേട്ടോ. നല്ല പൊട്ടുണ്ട്, മാറ്റി തരണമെന്ന് പറയാം. ഇതൊക്കെ അങ്ങനെയെങ്കിൽ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ അല്ലേ അത് നമുക്ക് പിന്നെ നമുക്ക് പൈപ്പ് അടിച്ച് ലേലാക്കാം. മെയിൻ ഇങ്ങനെ പോയ സാധനങ്ങളില്ലേ, ഇതിൻ്റെ അകത്ത് തുരുമ്പ് കയറിയിട്ടുണ്ട്. മെയിൻ അടിയിലത്തെ ഇതില്ലേ. ഈ ഷർട്ട് പോയി കേട്ടോ, അറിഞ്ഞില്ല. ഫുൾ കരിയാണോ ഗ്രീസാണോ? ഗ്രീസാ എന്നിട്ട് കഴുകാം. പോയി ഈ ഷർട്ട് പോയി, ഇനി കിട്ടത്തില്ല. അത് കഴുകാം. അതിനാണല്ലോ ഡിറ്റർജന്റ് ഉള്ളത്. ഉറപ്പാണോ? ഷർട്ട് ഇല്ല കേട്ടോ, ഷർട്ട് കുറവാണ്. കാരണം ഷർട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം യാത്രയിൽ കണ്ടവാനം ഉപയോഗിച്ചെല്ലാം പോയി. ഇതൊക്കെ മാറ്റിക്കണം, ഈ സാധനമൊക്കെ മൊത്തത്തിൽ മാറ്റിക്കണം. ഇത് കാണുന്ന ഭംഗിയല്ല നോക്കണ്ടേ. അതായത് ചിലപ്പോൾ ഇതിന് പുറത്ത് കാണാൻ സൗന്ദര്യം ഉണ്ടാവില്ല. അതല്ലേ, ഇത് പുറത്ത് കാണാൻ സൗന്ദര്യം ഉണ്ടാവും. പാച്ചിന് കുറവുണ്ട്. പാച്ചുണ്ടോ ഇല്ലയോ നോക്കിയാൽ മതി. ഈ വണ്ടി ഡോർ സിസ്റ്റം ഒക്കെ ഇങ്ങനെയാ കേട്ടോ. ഉള്ളൊക്കെ ഫുള്ള് തുഫാൻ, എല്ലാം തരപുര എന്ന് പറഞ്ഞ് കിടക്കുക. ആ സാധനമൊക്കെ മാറ്റാൻ നമുക്ക്. ആ കവറ് എന്തായാലും ഫുള്ള് റെക്സിൻ വർക്ക് എടുക്കണം ഉള്ളില്. ആ റെക്സിൻ ഫുള്ളായിട്ട് അങ്ങ് മാറ്റിയാക്കാം. അവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ട്, റെക്സിൻ വർക്ക്. ഇത് കണ്ട് ഇവിടുത്തെ വർക്ക്, അങ്ങനെയുള്ള ഇതിന്റെ കേറുന്ന സാധനങ്ങൾ. ഈ ഒരു സാധനം ഞാൻ അവിടെ കണ്ടിട്ടുണ്ടേ, നല്ലത്. ഇത് ഒരു വണ്ടിയുടെ ഇതിന്റെ അപ്പുറത്തൂടെ കയറി നോക്കാം. അത് ഉള്ളി പണി. ലിബിനെ ഇത് പുത്തൻ ബംബ്ര. ഇത് പുത്തൻ ബംബ്ര. ഇത് ശരിക്കും താഴോട്ടും ഇതിങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് അടിച്ച് ഉണ്ടായിപ്പോയി. ഇത് വയറിംഗ് ഒക്കെ കറക്റ്റ് ചെയ്യണം. ഇവര് റിക്കവർ ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരൂലേ അന്നപ്പോഴാകുന്ന അല്ലേ ഗൈസ്? അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പാ ഗൈസ്. നമ്മുടെ ഒലക്ക് ഊരി കേട്ടാ. ഒലക്കല്ല, ഇനി എന്നാ പറയുന്നത്? ഷാഫ്റ്റ് എന്ന് പറയും. പങ്ക, ഇവിടെ പങ്കാന്നും പറയും. ഒലക്ക, പങ്ക, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അതിന്റെ എന്നാ പ്രശ്നം എന്നുള്ളത്. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, ഓയിലൊക്കെ ഉണ്ട് അവിടെ ഓൾറെഡി. കറക്റ്റ് പഠിച്ചാണല്ലോ ചെയ്യുന്നത്. അതെ, ഞാൻ പുള്ളിക്കാരനോട് പ്രത്യേകം പറഞ്ഞു, നമുക്ക് 3500 കിലോമീറ്റർ ഓടേണ്ടതാണ്, ദയവ് ചെയ്ത് നന്നായിട്ട് പണിയെടുത്ത് തരണം. ഫ്രണ്ടിൽ നിന്ന് കറങ്ങുന്ന കേട്ടോ ബേക്ക് വരെ. ഇതിന്റെ പ്രത്യേകത എന്തോ, ട്രാവലറിന് ഫ്രണ്ടിൽ നിന്ന് ബേക്കിലേക്ക് പോയിട്ട് ബേക്കിൽ നിന്നാണ് കറങ്ങുന്നത്. ഇതിന് ഫ്രണ്ടും ബേക്കും കറങ്ങും. അതായത് ഇത് 4x4 അല്ലേ, അതായത് 4 ടയറിനും പിടുത്തമുണ്ടല്ലോ. അപ്പം നേരെ പറഞ്ഞേ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെ അതിന്റെ സെറ്റപ്പ് കേട്ടോ. ഇവരെന്നെ പറയുന്നാവോ? അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ചെയ്യേണ്ടതെന്ന് കാര്യം പറയുക അല്ലേ. ഇതിന് ഡിഫറൻഷ്യൽ ഇടുന്ന വേറെ സ്ഥലത്താട്ടോ. ആണോ? അവരിവിടെ എങ്ങനെ ഡിഫറൻഷ്യൽ ലോക്ക് ഇടുന്നത്? അത് നാളെ പഠിക്കണേ, നന്നായിട്ട് പഠിക്കണേ. എല്ലാം നമുക്ക് പഠിക്കണം. 4x4 ഓടിക്കഴിഞ്ഞാൽ മൈലേജ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനിയും ഉണ്ടോ എന്നാ? ഇതേ അടുത്തത് 2 രണ്ടെണ്ണോ? ഒരെണ്ണം അല്ല, 2 പീസ് ഉണ്ട്. പങ്ക ദോയെ എടാ
അവർ സംസാരിക്കട്ടെ. അതാ നല്ലത്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത്. അവർ സംസാരിക്കട്ടെ ഗൈസ്, എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്നൊരു തീരുമാനം എടുക്കാം. അല്ലാത്ത പക്ഷം അവർ തീരുമാനം എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ദൈവമേ, വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഫോൺ പോയിട്ടോ. വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഓക്കെ. അതെ 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 അല്ലേ? അപ്പോൾ ഫോൺ ഓഫ് ആവില്ല. നീങ്ങുന്ന അങ്ങോട്ട്. ഒരു സീറ്റ് വന്ന്. ഗൈസ്, വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഓക്കെ കേട്ടോ. 5 മണിയാകുമ്പോൾ ഒരു പരിപാടി നിർത്തും, അതെനിക്കറിയാം. എന്തായാലും ഇത് 3 ദിവസം കൂടെ പണിയുള്ളതെന്നാണ് പറഞ്ഞത്. 3 ദിവസം പണി, കോയിലെടുത്തൊരു 5 ദിവസം. 5 ദിവസം കോയിലെടുത്തുള്ള സാധനം എല്ലാം മാറ്റി മാറ്റി ഇട്ടിട്ട് വേണം പോവാൻ. അല്ലേ? ആ, അതായിരിക്കും നമുക്ക് നല്ലത്, അല്ലേടാ? എനിക്കൊരു കാര്യം മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിന്നോട് ഞാൻ പേഴ്സണലായിട്ട് പറയാം. ഫൈനലി നമ്മൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ്. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ സാധനം മാറ്റണമല്ലേടാ? അതായത് ഈ സാധനം ഫുള്ള് മാറ്റണം. ഇത് മൊത്തം പൊട്ടിപ്പോയതാ. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നല്ല വണ്ടിയായിരുന്നു കേട്ടോ. ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് അതാണ് റിജക്റ്റ് അടിച്ചത്. ഈ കാണുന്ന ഫുള്ള് ഫ്ലാസ്റ്റ് മാറ്റണം. ഏതാ ഈ കാണുന്ന ഈ ഫുള്ള് സാധനം ഇല്ലേ, ഫുള്ളോടെ മാറ്റണമെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത വരും, പാർട്സ് വരും 2 ദിവസത്തിനുള്ളിൽ. 2 ദിവസം എടുക്കും. അതാണ് സമയം താമസിക്കുന്നത്. അതാണ് സമയം താമസിക്കുന്നത്. അല്ല നേരത്തെ പോവായിരുന്നു. അങ്ങനെയാ? ഈ സാധനം അതായത് നമ്മുടെ ആ സാധനം പോയി, അതിന് ഇവരെ വലിയ ലോറി വരണ്ടേടാ? വലിയ ലോറി വരണം. ഇപ്പൊ വണ്ടിയൊന്നും ഇല്ല ഇവിടെ അടുത്ത് ഊരി എടുക്കാൻ. കേട്ടില്ല? വണ്ടിയൊന്നും ഇല്ല ഇവിടെ അടുത്ത് ഊരി എടുക്കാൻ. ഇപ്പൊ അടുത്ത വണ്ടി ഇപ്പൊ 4-5 വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തുനിന്ന് വേണം ഇത് ഊരി എടുക്കാൻ വേണ്ടി. മൊത്തത്തോട് ഊരി എടുത്ത് ഇവർക്ക് കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓഹോ, അതാണോ സംഭവം? എന്നാടാ സ്റ്റാർട്ടിങ് പറഞ്ഞേ? സ്റ്റാർട്ടിങ് അത് വന്നിട്ടുണ്ടാവുള്ളൂ. പറഞ്ഞോ? ക്ലിയർ. വെറുതെ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. അല്ല, പുള്ളിക്കാരെ ഇറക്കട്ടെ. നമ്മൾ ശല്യപ്പെടുത്തി ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോദിക്കാൻ വേണ്ടി. ഇവിടുന്ന് ഒരു 100 മീറ്റർ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ KFC മറ്റേ സ്റ്റുഡിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. 100 മീറ്റർ നടന്നാൽ ഓവർ കഴിക്കാതിരിക്കുന്നതല്ലേ. ഞങ്ങളിതൊക്കെ നിർത്തി കേട്ടോ. ജങ്ക് ഫുഡ് സാധനങ്ങളെല്ലാം നിർത്തി. അതെല്ലാം വിഷയങ്ങളാണ്. പഴം, ഭക്ഷണം എന്ന് പറഞ്ഞ സാധനം തന്നെ ഓവർ കഴിച്ച വിഷയമാണ്. പിന്നീട് നമ്മൾ ആശുപത്രി കൊണ്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് എല്ലാം അങ്ങ് ക്രമീകരിച്ചു. ഇതെന്നാണോ ചെയ്യുന്നത്? ആ സാധനം ഒടിഞ്ഞു കിടക്കുന്നില്ലേ, അതാണിപ്പം വിഷയം. അല്ലായിരുന്നു ഇപ്പം നമുക്ക് നാളെ വണ്ടി കൊണ്ട് പോവായിരുന്നു. ഞാനും ആലോചിച്ചു ഇത്ര ഉള്ള പണിക്കന്നെ അതേമേ ഇത്രയും പറയുന്നതെന്ന്. അതുകൊണ്ട് ഇവർ ഈ സാധനമൊക്കെ ഊരി വെച്ചാക്കുന്നത്. മനസ്സിലായോ? ആ സാധനം വരണം. അത് വന്നാലേ തീരുള്ളൂ. എനിക്ക് തോന്നുന്നു വണ്ടിയില്ലെന്ന് തോന്നുന്നു അവിടെ. വണ്ടിയില്ല, അതാണ് ഇത്ര ഡിലേ. ഇത് എന്തൊക്കെയോ ഇതിൻ്റെ ഫുൾ ടെക്നോളജിയെ വ്യത്യാസം കേട്ടോ. ഇത് വേറെ രീതിയിലുള്ള എന്തോ ടെക്നോളജിയിലെ ഈ വണ്ടിയുടെ ഉള്ളൊക്കെ പണിതാക്കുന്നത്. അതന്നെ ഇവനെ ഒരു ഓട്ടോ. അതെനിക്കും അറിയത്തില്ല. നിന്നെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഗിയർ ബോക്സിൻ്റെ അവിടെ ഒരു ഓട്ടോ കേട്ടോ. ഗിയർ ബോക്സിൻ്റെ അവിടെ ഒരു ഓട്ടോ എവിടെയാടാ? ഗിയർ ബോക്സിനെ കൊണ്ട് നോക്കി. എനിക്കൊന്ന് ഓയിലും എല്ലാം മാറാനുള്ള സെറ്റപ്പ് ആയിരിക്കും അല്ലേ? ഓയിലൊക്കെ ഇവിടുന്ന് ചെയ്ത് പുതിയ ബാറ്ററി. നമുക്ക് AC കയറ്റണം. പുതിയ ബാറ്ററി AC കയറ്റി ഇവിടെ ഈ പിന്നെ 7000 രൂപയ്ക്ക് മേടിക്കുന്ന ബാറ്ററി 3000 കുതിരയുടെ പുറത്ത് ഇങ്ങനെ നടക്കുന്നല്ല. തുള്ളി വേണം പോകാൻ. എടാ, അവനെ വിളിച്ചില്ലോ AC അവനെ? ഇല്ല, വിളിക്കണം. അവനെ വിളിക്കണം. ഇതിൻ്റെ പവർ സ്റ്റിയറിംഗ്, ഇത് പവർ സ്റ്റിയറിംഗ്, അതിൻ്റെ പവർ സ്റ്റിയറിംഗ് റെഡിയാക്കണം. ആ പവർ സ്റ്റിയറിംഗ് മോട്ടറാണ് ഈ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇതാ പവർ സ്റ്റിയറിംഗ്. ഇതാണ് പവർ സ്റ്റിയറിംഗ് മോട്ടർ. ആണോ? ഉറപ്പാണോ? അതെ. പവർ സ്റ്റിയറിംഗ് അല്ലേ ഇത്? വണ്ടി പവർ സ്റ്റിയറിംഗാ. അല്ല, ഇത് എയറിൻ്റെ ഈ സാധനമൊക്കെ മാറ്റിക്കണം. ഇത് മാറ്റിക്കണം. പിന്നെ ഇതേപോലത്തെ 2-3 അവനോട് മേടിച്ചോണ്ട് പോകണം. 900 രൂപയുള്ളൂ. നമുക്ക് വീടിൻ്റെ ഒരു ഇത് വെക്കാൻ വേണ്ടി, വർക്ക്ഷോപ്പൊക്കെ പണിയാൻ നേരത്തെ അവിടെ ഒരു ചെറിയ ഇതായിട്ട് വെക്കാൻ വേണ്ടി ഈ സാധനം ഇതൊക്കെ മേടിക്കാൻ കിട്ടും. ഇരുമ്പ അതൊക്കെ മേടിക്കാൻ വേണ്ടി കിട്ടും. പണികൾ അവിടെ നടക്കട്ടെ. നമുക്ക് അവിടെ എന്തോ ഒരു മാറ്റി വന്നു. ഇറക്കി വിളക്കി കയറ്റുമോ വേറെന്തോ സാധനം ഇവിടെ എന്തോ ടൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാ സംഭവം എനിക്കറിയത്തില്ല. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. ഓരോന്നോരോന്നിട്ട് അവർ ചെയ്യട്ടെ കേട്ടോ. ആദ്യമായിട്ട് ഫോണിൻ്റെ സൗകര്യം നോക്കി വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ. ഓ എടാ, എയർ ഫിൽറ്റർ മാറുവാടാ ലിവിനെ. ഇവിടെ എയർ ഫിൽറ്റർ മാറിക്കൊണ്ടിരിക്കുക. മാറ്റി കഴിഞ്ഞു. നമ്മൾ അറിഞ്ഞില്ലല്ലോ. എല്ലാം മാറ്റി കഴിഞ്ഞു. നേരത്തെ മാറ്റിയതാ. 2 ദിവസം എടുക്കൂല എന്തായാലും. 2 ദിവസം എടുക്കും. മറ്റേ സാധനം ക്ലീൻ ചെയ്യണ്ടേ? ഇതൊന്നും ഇല്ല കേട്ടോ. എല്ലാം കിട്ടണം. എല്ലാം A to Z എല്ലാം ചെയ്യണം. നാളെ ആയിട്ട് നാളെ വന്നിട്ട് വേണം. ഈ സാധനം ക്യാബിൻ്റെ കൂർത്തിയിടുന്ന സാധനം? അല്ലല്ല. ആ സാധനം അല്ലല്ല. ആ സാധനം പറഞ്ഞാൽ നല്ല അവിടെ കിടക്കുന്നുണ്ട്. ആണോ? അവിടെ പണിയുടെ പരിപാടികളൊക്കെ ഏകദേശം അവർ ചെയ്തോണ്ടിരിക്കുകയാണ്. പറഞ്ഞിട്ട് വരാം. നാളെ വരാം. പുള്ളി എന്തിയെ? പുള്ളി അവിടെ നിന്ന് സംസാരിക്കല്ലേ. പുള്ളിയോട് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. പോവാന്ന് പറയാം. നമുക്ക് നേരെ അപ്പുറം പോയിട്ട് അതിൽ അങ്ങനെ നേരെ കറങ്ങിപ്പോവാം. ഇനി എഡിറ്റിങ്ങും പരിപാടിയും കുറേ പരിപാടികളുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ സൂക്ഷിച്ച് വെക്കണമെന്ന്. കള്ളന്മാരുടെ ഫോൺ സൂക്ഷിക്കണമെന്ന് നേരത്തെ ഞാനവിടെ ഫോൺ വെച്ചും പുള്ളിയോട് പറഞ്ഞു. ഇവിടെ കണ്ടവനം കള്ളന്മാരുണ്ട്, സൂക്ഷിക്കണം, എല്ലാ സാധനവും സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. കള്ളന്മാരുണ്ടാവും. ഇത് ദേശീയപാതയാണ്. പിന്നെ ഇവിടെ വണ്ടി നിർത്തിയിട്ട സ്ഥലമാണ്. ഇവിടെ ഡീസലൊക്കെ അടിച്ചു വരുന്ന ആൾക്കാരുണ്ടാവും. അത് പിന്നെ എപ്പോഴും എല്ലായിടത്തും ഉള്ളതല്ലേ. ഇവിടെ ഇന്ത്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്, എവിടെയാണ്, ആഫ്രിക്കയിലുണ്ട് അല്ലേ. കള്ളന്മാരെല്ലായിടത്തും ഉണ്ട്. നമ്മൾ സൂക്ഷിക്കുക. ഗൈസ് ഫൈനലി എന്തായാലും അല്ലേ, നമ്മൾ എന്തായാലും ചെറുക്കൻ്റെ ആ ഡോർ അങ്ങനെ തുറന്നിട്ടുണ്ടോ. നമ്മളിവിടെ നേരെ പോവുകയാണ്. നേരെ ഫ്രണ്ടിലേക്ക് പോവാ.
ഫൈനലി നമ്മളങ്ങനെ തിരിച്ചു പോവാണ്. ഇന്ന് നമ്മൾ നേരെ ശരിക്കും അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ നേരെ ഫ്രണ്ടിൽ പോകും. അവിടെ സ്റ്റുഡിയോ ഉണ്ട്. സ്റ്റുഡിയോയിൽ നിന്ന് ഒരു സ്പ്രേ മേടിക്കണം. പിന്നെ എന്നെ ഫോട്ടോ സ്റ്റുഡിയോ അല്ല, അത് സാധനം മേടിക്കുന്ന സ്റ്റുഡിയോ ആണ്. അവിടുന്ന് ഒരു സ്പ്രേ മേടിക്കുക, തിരിച്ചു പോകാം. വേറൊന്നുമില്ല. അതിൻ്റെ ഏരിയ കേട്ടോ. എൻ്റെ ഒരു ടയർ ഇവിടുന്ന് പോയതാണ് 2 എണ്ണം എന്ന് പറഞ്ഞാൽ പോയത്. എനിക്ക് ഇവിടുത്തെ വണ്ടികൾ ഗൈസ്, ഇവിടെ എല്ലാം ഈ വണ്ടിയുടെ പടുത മറ്റ് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ. നമുക്ക് ഇനിയും കുറച്ച് നടക്കാനുണ്ട്. അങ്ങ് നടന്നു കഴിയുമ്പോൾ ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്ന് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അവിടെ നല്ല മേടിക്കണ്ടേ? സ്പ്രേ മേടിക്കാനാ? സ്പ്രേ മേടിക്കണം ഗൈസ്. തുണിയൊന്നും നമുക്ക് വേണ്ടതില്ല. ഒരു ലോണ്ടറി കണ്ടുപിടിക്കണം, തുണി അലക്കാനുള്ള. എല്ലാം അലക്കി സെറ്റപ്പ് ചെയ്ത്. ഹോട്ടൽ വാലയോട് ചോദിച്ചാൽ മതി, ചെയ്തു തരുമെന്നല്ലേ? ചെയ്തു തരുമെന്ന് ചോദിക്കാം. സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോഴും ഉണ്ടല്ലോ ഈ കഴുത, കുതിര, ഇങ്ങനത്തെ വണ്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതായത് നോർത്ത് ഇന്ത്യയിൽ കണ്ടമാനം. ഇത് നമ്മൾ അന്ന് കണ്ടവനല്ലേ? ഏതാ? കണ്ണു പൊത്തിയേ? അതെ, ഇത് അവൻ തന്നെ. അവൻ്റെ കളർ വ്യത്യാസമുണ്ട്. ആണോ? വൈറ്റ്, അവൻ ഡൗട്ടാ. ഇവിടെ ഇഷ്ടം പോലെ ലിച്ചി ഷോപ്പുകളുണ്ട് കേട്ടോ. കണ്ടമാനം. അത് അപ്പുറത്തെ സൈഡാണ് കൂടുതൽ. ഗൈസ്, ഫൈനലി ഞങ്ങൾ ഇതിലെല്ലാം കറങ്ങി തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് ഷോപ്പിംഗ്, നമുക്ക് സാധനം മേടിക്കൽ. നമ്മളിനി നേരെ ഓട്ടോ പിടിക്കുന്നു, നേരെ റൂമിലേക്ക് പോവുകയാണ്. നമ്മുടെ പരിപാടി ഇവിടെ ഇഷ്ടം പോലെ ലച്ചി, പിന്നെ അതേപോലെ തന്നെ കണ്ടമാന കരിമ്പ് നമുക്ക് എല്ലാവരും സ്പീഡിൽ പോവാ. മേൽപോട്ട് ഒരു പോസ്റ്റ് ഉണ്ട്, അവിടെ പോയി ഇപ്പം എല്ലാം കിടക്കും. അവിടെ ഒരു വലിയ ചെക്കിങ് ഉണ്ടല്ലോ. പിന്നെ പോസ്റ്റ് ശ്രദ്ധിക്കണേ, പുള്ളി വായുഗുളിയും മേടിക്കാൻ വേണ്ടി പോകും. അതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിച്ച് വേണം ഇതിൽ കടക്കാൻ വേണ്ടി. വായുഗുളിയുടെ ആൾക്കാർ കൂടുതലാണ് ഇവിടെ. ഇതിൻ്റെ സീസൺ ഇപ്പം ഇതായി. ലിച്ചിയുടെ എവിടെ നിന്നാണ് വരുന്നത് എനിക്കറിയത്തില്ല. ഇതെന്നാ സൗണ്ട്? എയർ ലീക്ക്. എയർ ലീക്കാ. എത്രയാ? ഇതെങ്ങനെയുണ്ടോ? പഴുത്താണോടാ? കിത്തനായ? 150. ഇന്നലെ നമ്മളെ പറ്റിച്ച് 150 ഉണ്ടായിരുന്നുള്ളൂ. 200 രൂപ മേടിച്ച ഇന്നലെ. അച്ചാവാല മീട്ടാവാല കോൺസായേ? എന്നാ അത് മേടിക്കും. നീ കളറുള്ള മേടിക്കില്ല കേട്ടോ. അതാ കാണാൻ കൊള്ളുന്ന, തിന്നാൻ കൊള്ളൂല കേട്ടോ. അത് എത്ര കിലോ ഉണ്ട്? നമുക്ക് 1 കിലോ മതി എന്ന് പറഞ്ഞേ. അല്ല, 200 രൂപയ്ക്ക് പുള്ളിയോട് പറഞ്ഞ. ത്രാസൊക്കെ ഇനി ഓണാക്കി വരണം. 200 രൂപയ്ക്ക് അണ്ണന്മാരെല്ലാം ഞങ്ങളുടെ ആൾക്കാരായിട്ടോ. ചൗക്കിലേക്ക് പോവാം. बस स्टैंड है ना? बस स्टैंड है। ये बैठा देगा आपको बस स्टैंड वाले पे 40 रुपए दे देना। हाँ, फिर आगे दूसरा ऑटो पठानकोट वाला सीधा पकड़ना। ठीक है। पठानकोट वाले ऑटो से बैठा रही है। बस स्टैंड अब ब्लॉक करा यार, इन्होंने अपना भाई नीचे कर दिया तो पंचायत। താങ്ക് യു. ബൈ ഗൈസ്. നല്ല ഭായിമാരാട്ടോ. അതെന്നെ സംബന്ധം അവർക്ക് അത്ര സ്നേഹം വന്നേ. ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന KFC കൊച്ചി ഞങ്ങളുടെ കയ്യിലേക്ക് ഇങ്ങനെ നോക്കാം. അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞിക്കൊച്ച്. എൻ്റെയൊക്കെ ഞാൻ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന അതായത് പണ്ട് വിദേശികൾ കഴിച്ച KFC കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആ വേസ്റ്റ് വെച്ചിട്ട് അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ആ കൊച്ചെന്നെ ഓർത്തിട്ട് ലിവിൻ എന്നോട് പറഞ്ഞ് നമുക്കിത് കൊടുത്തേക്കാം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ കഴിക്കാനുള്ള കഴിച്ചു കഴിഞ്ഞു. നമ്മളിങ്ങനെ ആവശ്യമില്ല. അല്ല, നോക്കിയപ്പോ നമ്മളൊക്കെ പണ്ടത്തെ സാഹചര്യം എന്നെ മനസ്സിൽ പെട്ടെന്ന് തന്നെ കൊച്ചി ഞങ്ങളുടെ കയ്യിലേക്ക് നോക്കും. ഞങ്ങൾ അവനത് കൊടുത്തു. അപ്പോൾ അവർക്ക് അവരുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരുള്ളവരുടെ ഒരു ആവശ്യം ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് വിടേണ്ടത്. അപ്പം അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഇതൊന്ന് കൊടുക്കുന്നതെന്ന് അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കാൻ പാടില്ല. നമ്മൾ എന്നാ പറയുക, നമ്മളിങ്ങനെ സാഹചര്യത്തിൽ വന്നവരല്ലേ. അപ്പം നമുക്കറിയാലോ നിസ്സഹാവസ്ഥയിൽ ഇപ്പോൾ ആരെന്നെ ചെയ്യാൻ പറഞ്ഞാലും അവരതുപോലെ നിൽക്കും. അതുകൊണ്ട് നമ്മൾ നേരെ ഇപ്പം വണ്ടിയുടെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നേരെ പോവുകയാണ്. പണിയെടുക്കുന്നുണ്ടോ നോക്കിയടാ? എവിടെ? അതെ, അതാടാ. ഇല്ല, ആരുമില്ല. ഉണ്ട്, പണിയെടുക്കുക കേട്ടോ. ആണോ? ഓയിൽ എന്താ കോരി എടുക്കുക? ആണോ? എനിക്കൊന്ന് വൈകുന്നേരം പണി നടക്കുള്ളൂ എന്ന് തോന്നുന്നു. അതാണ് സംഭവം. വൈകുന്നേരം പണി നടക്കുള്ളൂ. ചൂടല്ലേ, എങ്ങനെ പണിയെടുക്കാനാ? ജോഗാനായിട്ട് എത്ര ബസ്സാണ് ഇപ്പം അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടതെന്നറിയാമോ? അതായത് ഈ പുള്ളി ബസ് സ്റ്റാൻഡിലേക്ക്. പക്ഷേ ഇവനോട് പറഞ്ഞ് ഞങ്ങളുടെ പൈസ തരാന്ന്. അവൻ റെസ്റ്റ് ഇംഗ്ലീഷുകാരനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇംഗ്ലീഷുകാരെ പോലെ ഇവിടുത്തെ ബസ്സൊക്കെ നോക്കി എൻ്റെ പൊന്നു മോനെ, ഇതാണ് ബസ്. എമ്മാതിരി പോക്കും. ടാറ്റ കേട്ടോ. ടാറ്റയിലെ വേറെ പരിപാടിയില്ല ഇവിടെ. എന്തായാലും നമുക്ക് നേരെ എന്നാടാ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ വാങ്ങുന്നില്ല. പൈസ അവരങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രണ്ട് ഇത് എൻ്റെ വന്നു നമ്മുടെ സെയിം സാധനം. നമ്മുടെ കറുപ്പ ഇത് വെളുപ്പ്, അത്രേ ഉള്ളൂ. ഇത് പോലീസിൻ്റെ പോസ്റ്റാട്ടോ. ബാക്കി കിട്ടിയായിരുന്നെങ്കിൽ അടുത്ത വണ്ടി കയറാം. ഇവിടെ എത്ര നോക്കിയാൽ ഓട്ടോയ്ക്ക് എത്ര ഇരിപ്പ് സ്ഥലമാണ് നോക്കിയാൽ. ബേക്ക് ഫ്രണ്ട്, അതിൻ്റെ ഫ്രണ്ട്, അങ്ങനെയുള്ള എല്ലാം സെറ്റപ്പായി കേട്ടോ. പോവാടാ ഗൈസ്. ശരിക്കും നമ്മൾ കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് 20 20 40 80 രൂപയ്ക്ക് അവിടെ എത്താം.
ഇതാ ബസ് സ്റ്റാൻഡ് വേണ്ടി ആ വാ ഇനി ബസ് കയറി സ്റ്റാൻഡ് പോവാം. ദേ മറ്റവൻ ഏതാ മറ്റവൻ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ബസ് സ്റ്റാൻഡ് ആ കാണുന്ന കഴിഞ്ഞ ദിവസം സഞ്ചരിച്ച ഓട്ടോയിൽ ഞങ്ങൾ എത്തി. അപ്പം മനസ്സിലായി നമ്മൾ കൂടുതൽ വാങ്ങുന്നേ. നമ്മൾ 200 രൂപയുടെ ജേണിയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാവരും കൂടി 10 പേര് ഒരു ഓട്ടോയിലുണ്ടായിരുന്നു. ഗൈസ് ഫൈനലി എന്തായാലും ഞങ്ങളുടെ അന്നത്തെ ഗുസ്തി കഴിഞ്ഞു. ഇനി നാളെയാണ് അടുത്ത ഗുസ്തി. നാളെ കഴിഞ്ഞത്തോടു കൂടി അതിൻ്റെ മെയിൻ സാധനം വരും അല്ലാതെ പിന്നെ വൺ മിസ്റ്റർ കോഹ്ലി 13-ാം തീയതി വരുള്ളൂ. ആരാ പറഞ്ഞേ? അതെ, വൺ മിസ്റ്റർ നമ്മുടെ പുള്ളിക്കാരനും 13-ാം തീയതി വരുള്ളൂ. ഗൈസ് എന്തായാലും പരിപാടിയെല്ലാം കഴിഞ്ഞു. സൂര്യാസ്തമയം ആകാറായി. 7:30-7:45 ആവും. നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇന്ന് റൂം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ദിവസമാണ്. ഇന്ന് 3 ദിനായി. 7-ാം തീയതി വന്നു, ഇന്ന് തീർന്നു. ഇനിയിപ്പോൾ 3 ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. 13 വരെ 3 ദിവസം വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ മതി അല്ലേ? മൊത്തത്തിൽ കൊടുക്കണം. മൊത്തത്തിൽ കൊടുക്കണ്ട. 1000 രൂപയ്ക്ക് വേറെ എവിടെ AC റൂമൊന്നും കിട്ടുമൊന്നുമില്ല. അതവിടെ ചൂടാട്ടോ, നമുക്ക് രാത്രി കിടക്കാൻ പറ്റൂല. ഗൈസ് അപ്പം നേരെ നമ്മൾ പോവുകയാണ്. അവനെ കാണാം. വൈകുന്നേരം പൈസയുടെ കേസ് പറഞ്ഞു കേട്ടോ. എന്തായാലും